Good evening, ma'am. Good evening. Good evening, ma'am. Good Good evening. evening, ma'am. Okay, so we will start our class with a prayer. Actually, ഒരു വലിയ യാത്ര കഴിഞ്ഞ് വന്നോണ്ട് ഞാൻ ഒത്തിരി ലേറ്റ് ആയതോ കയറാനായിട്ട് ഒരു 3 minutes ലേറ്റ് ആയി. Sorry for that. Okay, so we'll start. Prayer. Anyone is ready for prayer? Arule. So we can start with a silent prayer. Okay, anyone ready for signing? Anyone ready for signing? ആരുമില്ലേ സൈൻ ഇൻ ചെയ്യാൻ? ട്രൈ ചെയ്ത് നോക്കാം, നമ്മൾ മാത്രല്ലേ ഉള്ളൂ. Then thought of the day. അതും ആരുമില്ല. മെഡിറ്റേഷൻ ലീഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ചെറിയ യോഗയുടെ സ്റ്റെപ്പ് കാണിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ബ്രെയിൻ എക്സസൈസ് കാണിച്ചു തരാൻ ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ചെയ്യാറുള്ള വാമപ്പ് എക്സസൈസോ ഒരു 3 minutes കൊണ്ട് നമുക്ക് അത് എല്ലാരെയും ഒന്ന് കാണിച്ചു കൊടുക്കാൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ക്ലാസ്സിന്റെ ഒരു രീതി അങ്ങനെയൊക്കെയാണ്. യെസ് പ്ലീസ്. ആരായിരുന്നു? ഓഡിയോ ഓൺ ചെയ്ത പോലെ എനിക്ക് തോന്നി. ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ക്ലാസ്സിൽ സൈൻ ഇൻ ചെയ്യാം. നമ്മുടെ പ്രെയർ, സൈൻ ഇൻ, തോട്ട് ഓഫ് ദ ഡേ, പിന്നെ എന്തെങ്കിലും വാമപ്പ് എക്സസൈസുകൾ, ബ്രെയിൻ എക്സസൈസ്, യോഗയാകാം, സൂംബയാകാം, എറോബിക്സ് ആകാം. അതൊക്കെ ഒരു 1-2 മെത്തേഡ്സ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ ടമ്മി ഒന്ന് ട്രിം ആവാനുള്ളതൊക്കെ ചിലപ്പോൾ ചിലർക്ക് അറിയായിരിക്കും. അപ്പൊ അതൊക്കെ ക്ലാസ്സിലൊക്കെ കാണിക്കാൻ പറ്റുന്നവരൊന്ന് കാണിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ലാസ്റ്റ് സൈൻ ഔട്ട് ചെയ്ത് പോകാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സൈൻ ഔട്ട് ചെയ്യാം. തീം സോങ് റെഡി ആണെങ്കിൽ തീം സോങ്ങോടുകൂടി നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ രീതിയിൽ ക്ലാസ് കൊണ്ടുപോകാം. ഓക്കെ, എനിവേ നമുക്ക് നമ്മുടെ നമ്മള് ഗുഡ് മാനേഴ്സ് കഴിഞ്ഞു. നെക്സ്റ്റ് യൂണിറ്റ് 9 സൂപ്പർവൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഡെവലപ്മെന്റ് പ്രൊഫൈൽ എടുക്കാം. അത് ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ആയിരുന്നു. ശരണ്യ മിസ് എടുക്കുന്ന വിചാരിച്ചു, ശരണ്യ മിസ് വിചാരിച്ചു ഞാൻ എടുക്കുന്നത്, അങ്ങനെ ഇതായതാണ്. അപ്പൊ അത് കഴിയുമ്പോൾ അതെടുക്കാം. ഓക്കെ, സൂപ്പർവൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ്. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് സ്കൂൾ മാനേജ്മെന്റും അതിലെ കാര്യങ്ങളും എല്ലാം മനസ്സിലായിട്ടുണ്ടാവും. ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളും, കുട്ടികൾക്ക് മാർക്ക് എങ്ങനെ ഇടും, കുട്ടികളുടെ യൂണിഫോം എങ്ങനെയായിരിക്കണം, സ്കൂളിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ മോഡ്യൂളിലെ ഏറ്റവും സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു പാർട്ടായിരുന്നു ഇത്.
അപ്പൊ അത് നെക്സ്റ്റ് സൂപ്പർവൈസിങ് ആൻഡ് റിപ്പോർട്ടിങ്. വായിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വായിച്ചോ. റെഡി ആയിട്ട് നമുക്കറിയാം സൂപ്പർവൈസിങ് ആ വേർഡ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാം. റിപ്പോർട്ട് ചെയ്യാന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാം. സോ സൂപ്പർവൈസിങ് ഞാൻ വായിക്കാം മാം. ഓക്കെ. യൂണിറ്റ് 9, Supervising and Reporting. Supervising. Supervision is a planned program for the improvement of instruction. Effective supervision has a constitutional base. Effective guidance is creative. A supervisor is any person responsible for working with others to increase the effectiveness of the teaching, learning situation. The primary aim of guidance is to help the teacher to become self-directing. Supervision provides educational leadership. Supervision functions less as an overseer and inspector and more as a group leader. Supervision provides educational leadership. Supervisor works through and with others to develop the quality of the activities they perform. Good supervision is based upon teacher participation. ഓക്കെ. നമുക്കിവിടെ ഗൈഡൻസ് എന്നാണ്, ക്യൂ അല്ല ജി ആണ് കേട്ടോ. ഒന്ന് കറക്റ്റ് ചെയ്തേക്ക്. ടൈപ്പിംഗ് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നതായിരിക്കാം. സോ ഇതൊരു പ്ലാൻഡ് പ്രോഗ്രാം ആണ്. നമ്മളിപ്പോ അറിയാം നമ്മളിപ്പോ ഒരു ഫ്രണ്ട്സ് എല്ലാം കൂടി ഒരു ഓണാഘോഷം നമ്മള് സെറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, അത് ചില കാര്യങ്ങൾ ലീഡ് ചെയ്യാനായിട്ട് ചിലർക്ക് നല്ല കഴിവായിരിക്കും. അപ്പൊ അവര് മുന്നോട്ട് വരും, അവരത് ലീഡ് ചെയ്യും. അത് അങ്ങനെ നല്ല രീതിയിൽ ആ ഓണാഘോഷ പ്രോഗ്രാം നടക്കും. അപ്പോ ചിലര് വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസ് തരും. ഇപ്പൊ നമ്മളുടെ വീട്ടിലാണെങ്കിലും കുറെ ഒരു ജോയിന്റ് ഫാമിലി ആണെന്ന് വിചാരിക്കും. ഇപ്പൊ നമ്മളുടെ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടെങ്കിൽ അവര് പറയും എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഈ അങ്ങനെ അത് ഇപ്പം എന്താ പറയാ, ക്രിസ്മസിന് നമ്മൾ ട്രീ ഒരുക്കുമ്പോഴും അവരുടേതായ ചില ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കിട്ടും. അത് മാത്രമല്ല നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നത്, ചിലപ്പോൾ കുളിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയൊക്കെ വരും. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യമായിരിക്കും. അപ്പൊ അവര് നല്ലതുപോലെ അത് ശ്രദ്ധിച്ചിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അവർ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ. അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മളുടെ വീട്ടിലും ഒരു സൂപ്പർവിഷൻ നടക്കുന്നുണ്ട്, ഒരു സൂപ്പർവൈസർ ഉണ്ടെന്ന് തന്നെ പറയാം. ചിലപ്പോൾ അമ്മയായിരിക്കാം, അച്ഛനായിരിക്കാം, ഗ്രാൻഡ് പാരന്റ്സ് ആയിരിക്കാം, നമ്മളുടെ എൽഡർ സിസ്റ്റർ ആയിരിക്കാം, ബ്രദർ ആയിരിക്കാം, അങ്ങനെ ആര് തന്നെ ആയാലും. ഓക്കെ, അതൊരു പ്ലാൻഡ് ആയിട്ടുള്ള പ്രോഗ്രാം ആണ്. എന്തിനാണ് ശരിക്കും സൂപ്പർവൈസർ എന്നുള്ള, ഇപ്പൊ ഏതൊരു ജോബ് പ്രൊഫൈല് നോക്കിയാലും, ഹോസ്പിറ്റൽ സെക്ടർ ആണെങ്കിലും സ്കൂൾ സെക്ടർ ആണെങ്കിലും ഏതൊരു ജോബ് പ്രൊഫൈല് നോക്കിയാലും അവിടെ ഇതെല്ലാം മേൽനോട്ടം വഹിക്കുന്ന ഒരാളുണ്ടാവും. അതാണ് ശരിക്കും സൂപ്പർവൈസിംഗ് എന്ന് പറയുന്നത്. ഒരു പ്ലാൻഡ് പ്രോഗ്രാം ആണ്. ആ ഫോർ ദി ഇംപ്രൂവ്മെന്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണേ നല്ലത്, ഇൻസ്ട്രക്ഷൻ അല്ല. അവിടുത്തെ ഇംപ്രൂവ്മെന്റ്, ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. എഫക്റ്റീവ് സൂപ്പർവൈഷൻ ഹാസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസ്. എഫക്റ്റീവ് ഗൈഡൻസ് ഈസ് ക്രിയേറ്റീവ്. ശരിക്കും ഇതൊരു എഫക്റ്റീവ് ആയിട്ടൊരു സൂപ്പർവൈസിങ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ഗൈഡൻസ് തന്നെയാണ്. അപ്പൊ ചിലപ്പോൾ അത് അപ്ഡേറ്റഡ് ആക്കും, ചില സമയത്ത് കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യും. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പൊ നിങ്ങളിപ്പോ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോയി തുടങ്ങുവാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും, പല ഇൻസ്റ്റിറ്റ്യൂഷനിലും പല രീതികളായിരിക്കും. ചിലപ്പോൾ കുട്ടികളുള്ളവരുടെ സ്കൂളിലല്ലാതെ വേറെ സ്കൂളുകളിൽ പോയിട്ടുള്ളവർക്ക് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെയും ആ ഒരു മാനേജ്മെന്റ് രീതികളും അവിടെ ചെയ്യുന്ന കോർഡിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം മനസ്സിലാകും, വ്യത്യാസങ്ങൾ മനസ്സിലാകും. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും സ്കൂളിൽ എന്തെങ്കിലും കാര്യത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെ പല അവിടുത്തെ ഒരു കോർഡിനേഷന്റെയും സൂപ്പർവിഷന്റെയും ഒക്കെ രീതികളാണ്. ആക്ച്വലി ഞാൻ പ്രോഗ്രാം ചെയ്യുന്ന സ്കൂളില് നമ്മള് ഫ്രൈഡേസിലാണെന്ന് പോകുന്നത്. അപ്പൊ ഈ ഒരു ഫ്രൈഡേ ഞാൻ ഇവിടെ നിന്ന് പോവുക. അന്ന് നമുക്കൊരു എക്സ്റ്റേണൽ ഫാക്കൽറ്റിയാണ് വരുന്നത്. ആളൊരു സോഷ്യൽ വർക്കറാണ്, കുറേ പ്രോഗ്രാം ചെയ്യുന്ന ഒരു മേഡമാണ്. അപ്പൊ കുട്ടികളുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാം വരുന്നത്. മാം വരുന്ന ദിവസം ഞാനാണ് അസിസ്റ്റ് ചെയ്യുന്നത്. ഞാൻ സെഷൻ എടുക്കുന്ന ദിവസം നമുക്കിവിടെ വോളണ്ടിയർ പൂളിൽ നിന്ന് ഏതെങ്കിലും വോളണ്ടിയേഴ്സ് ആയിരിക്കും. അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് സ്കൂളിനടുത്ത് എത്താറായി. ബസ്സില് 2-3 സ്റ്റോപ്പും കൂടി ഉള്ളൂ. മാമും അന്ന് എന്തോ ഭയങ്കര തിരക്കായിരുന്നു മാം. എന്നിട്ട് അതെല്ലാം പെട്ടെന്ന് തീർത്ത് വെച്ചിട്ട് മാം എനിക്കൊരു 1 hour കൂടുതൽ മാമിന് യാത്ര ചെയ്യണം. എനിക്ക് ഹാഫ് ആൻ അവർ മതി ഇവിടെ എത്താൻ. ഞങ്ങൾ 2 ഡയറക്ഷനിൽ നിന്നാണ് വരുന്നത്. മാം എറണാകുളത്ത് നിന്ന് വരുന്നു, ഞാൻ പറവൂരിന്ന് വരും. മാം വരുവാണ്, മാം കൂടെ ഒരു അസിസ്റ്റന്റിനെയും കൂട്ടി വരുക.
മാമും ഓൾമോസ്റ്റ് അവിടെ എത്താറായി. അപ്പൊ പുള്ളിക്കാരി അന്ന് ഇച്ചിരി ലേറ്റ് ആവുമെന്ന് വിചാരിച്ച് ആദ്യം ബോട്ടിൽ കയറി, എന്നിട്ട് അവിടെ നിന്ന് ബസ് പിടിച്ചു. അങ്ങനെയൊക്കെ വളരെ കഷ്ടപ്പെട്ട് അന്ന് വന്നു കേട്ടോ. മാമും എത്താറായി, ഞാനും എത്താറായി. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ എത്തുന്നതിന് മുമ്പ് മാം അവിടെ എത്തുവാണെങ്കിൽ കുട്ടികളെയൊക്കെ ക്ലാസ്സിൽ കയറ്റി ഇരുത്താൻ ഒന്ന് പറയാം എന്ന് വിചാരിച്ച് സ്കൂളിൽ ഉള്ള ടീച്ചറെ വിളിച്ചു, ഇതിനെ കോർഡിനേറ്റ് ചെയ്തത്. മിസ് ഞാൻ വന്നോണ്ടിരിക്കുകയെന്ന് പറയണതിന് മുമ്പ് തന്നെ ആ ടീച്ചർ, അയ്യോ മിസ്സേ ഞാൻ മറന്നുപോയി, ഇന്ന് ക്ലാസ് ഇല്ല കേട്ടോ, വയ്ക്കാൻ പറ്റില്ല കേട്ടോ, ഇന്ന് കലോത്സവമാണ്. ഞാൻ ഓൾമോസ്റ്റ് അവിടെ എത്തിക്കഴിഞ്ഞു. അതായത് ഞാൻ ഇവിടെ നിന്ന്, ഞാനിപ്പോ പറവൂർ ടൗണിന്റെ കുറച്ച് ഉള്ളിലേക്കാണല്ലോ താമസിക്കുന്നത്. അപ്പൊ എനിക്ക് പറവൂര് വന്നിട്ട് അവിടെ നിന്ന് ബസ് എടുത്തിട്ട് വേണം എനിക്ക് സ്കൂളിലേക്ക് പോവാൻ. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്റെ ആ സൈഡില് ഇടയ്ക്കൊക്കെ ബസ്സുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു ഓട്ടോ എടുത്തു. ഓട്ടോ ജംഗ്ഷനിൽ എത്തിയപ്പോഴേക്കും എനിക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ബസ് ഈ ഓട്ടോയെ ക്രോസ് ചെയ്ത് പോയി. അപ്പൊ ഞാൻ ഓട്ടോക്കാരനോട് പറഞ്ഞു എനിക്ക് ആ ബസ് കിട്ടണം, കാരണം അത് പോയാൽ പിന്നെ അടുത്ത 5 മിനിറ്റ് 10 മിനിറ്റ്, അപ്പൊ അത്രയും ഞാൻ ഡിലേ ആവല്ലേ. അപ്പൊ ഓട്ടോക്കാരൻ ആ ബസ്സിനെ ചേസ് ചെയ്ത് 2-3 സ്റ്റോപ്പ് കഴിഞ്ഞുള്ള ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് എനിക്ക് ആ ബസ് കിട്ടുന്നത്. അങ്ങനെയൊക്കെയാണ് ഞാൻ പോയത്. എനിക്ക് ധനനഷ്ടം, എന്റെ സമയനഷ്ടം, ഇപ്പൊ എനിക്കുണ്ടായ നഷ്ടം സഹിച്ചാലും ആ ടീച്ചറോട് ഞാൻ എന്ത് പറഞ്ഞ, പിന്നെ അവരോട് കുറേ സോറി പറഞ്ഞു. അങ്ങനെ അപ്പൊ അത് ശരിക്കും ഒരു കോർഡിനേഷൻ അവിടെ ലാക്ക് ഓഫ് കോർഡിനേഷൻ ആയിരുന്നു. അത് സൂപ്പർവൈസ് ചെയ്യാനും കറക്റ്റ് ആ പ്രോഗ്രാം പ്ലാൻ ചെയ്യാനും. കാരണം നമ്മൾ വൺസ് ഇൻ എ വീക്കാണ് അങ്ങോട്ട് പോകുന്നത്. നമ്മൾ ഔട്ട്സൈഡ് പേഴ്സൺ ആ സ്കൂളിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രോഗ്രാം അവിടെ ചെയ്യുക, നമ്മുടെ ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ട്. അപ്പൊ അവിടെയുള്ള ടീച്ചർമാരുടെ സപ്പോർട്ട് കിട്ടാതെ വന്നപ്പോഴാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് വന്നത്. സൂപ്പർവൈസർ എന്ന് പറഞ്ഞ ആളുകൾ അത്രത്തോളം റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കണം for working with others to increase the effectiveness of the teaching learning situation. Primary aim എന്ന് പറയുന്നത് ഗൈഡൻസ് ആണ്, to help the teachers to become self-directive. അപ്പൊ ഈ ഒരു സൂപ്പർവൈസർ ഉണ്ട് എന്ന് കരുതിയിട്ട് ടീച്ചർമാര് എപ്പോഴും അയാളെ ഡിപ്പെൻഡ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് മാത്രമല്ല സൂപ്പർവൈസർ നോക്കേണ്ടത്. ടീച്ചേഴ്സ് സ്വയം അവർ സെൽഫ് ഡയറക്റ്റീവ് ആയിട്ട് തന്നെ അവര് തന്നെയായിട്ട് മുന്നിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഗൈഡൻസ് ആണ് ശരിക്കും സൂപ്പർവൈസർ കൊടുക്കുന്നത്. അല്ലാണ്ട് ഇവരെ ഈ ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന ആ രീതിയല്ല. ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമ്മളിപ്പോ ഒരു സൂപ്പർവൈസർ അണ്ടറിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒട്ടും ബുദ്ധിമുട്ട് തോന്നരുത്. ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമ്മളുടേതായ ഡയറക്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം, നമ്മളുടേതായ ഐഡിയാസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. പക്ഷെ ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാന്നല്ല. നമ്മളത് ആ സൂപ്പർവൈസറായിട്ട് ആലോചിച്ച് എങ്ങനെ ചെയ്താൽ നന്നായിരിക്കില്ല. സോ ആ രീതിയിൽ പോകുന്നു, എന്നാലാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ പോകും. എഡ്യൂക്കേഷൻ ഇതിപ്പം സ്കൂൾ മാനേജ്മെന്റാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അവിടെ എഡ്യൂക്കേഷണൽ ലീഡർഷിപ്പാണ് ഇതിന്റെ ഒരു മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്, ഈ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. കാരണം അവിടെ സ്കൂൾ എന്ന് പറയുന്നത് എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്, നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ കുട്ടികൾ ഡെവലപ്പ് ആകുന്നു. അതിന്റെ ഒരു ലീഡർഷിപ്പാണ് സൂപ്പർവിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മള് ചില ജോലികളുടെ ഓവർസിയർ, ഇൻസ്പെക്ടർ എന്നൊക്കെ പറയില്ലേ. ഇപ്പൊ പോലീസ് ഇതില് ഇൻസ്പെക്ടർ ഉണ്ട്, സബ് ഇൻസ്പെക്ടർ ഉണ്ട്, സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ട്. അങ്ങനെ പിന്നെ ഈ PWD സ്ഥലത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു ഓവർസിയർ. അങ്ങനെ ഓരോ സിസ്റ്റത്തിലും ഓരോ പോസ്റ്റ് ഉണ്ട്. അതിന്റെ സെയിം ഫങ്ഷൻസ് പോലെ തന്നെയാണ് സൂപ്പർവൈസറും ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പ് ലീഡറെ പോലെ തന്നെയാണ് ഈ പറഞ്ഞ ഓവർസിയർ, ഇൻസ്പെക്ടർ എന്നുള്ളവരെ പോലെ അവരെക്കാൾ കുറവുമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടൊരു ഗ്രൂപ്പ് ലീഡർ എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു സ്കൂളിൽ ഒരു 30ഓളം ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ആ ടീച്ചേഴ്സിനെ എല്ലാം ഗൈഡ് ചെയ്യുന്ന ഒരാളുണ്ടായിരിക്കും. ഓക്കെ, എഡ്യൂക്കേഷണൽ ലീഡർഷിപ്പ് ആണ് മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻ സ്കൂൾ സെറ്റിംഗ്സ്. അവരുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്യുന്നു. ആ സ്കൂളിലെ എല്ലാ ആക്ടിവിറ്റീസിന്റെയും ക്വാളിറ്റി ഇവർ ഡെവലപ്പ് ചെയ്യുന്നു. അതാണ് ഗുഡ് സൂപ്പർവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടീച്ചർ പാർട്ടിസിപ്പേഷൻ തന്നെയാണ്. കുറെ ടീച്ചർമാര് എന്താ പറയാ ജോയിൻ ആകാതെ അവര് റിബലായിട്ട് നിൽക്കുവാണെങ്കിൽ അവിടെ നല്ല രീതിയിലുള്ള ഒരു സൂപ്പർവൈസിങ് നടക്കില്ല, നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് നടക്കില്ല. അപ്പൊ ടീച്ചർ പാർട്ടിസിപ്പേഷൻ അത് വളരെ നന്നായിരിക്കണം. എന്നാൽ മാത്രമാണ് ഗുഡ് സൂപ്പർവിഷൻ കിട്ടും. ഇനി ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷൻ. നിങ്ങൾക്ക് സൂപ്പർവിഷൻ എന്നുള്ളത് എന്താന്ന് ഏകദേശം മനസ്സിലായില്ലേ? സ്കൂൾ സെറ്റിങ്ങിലാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അത് വേറെ ഏതെങ്കിലും സെറ്റിങ്ങിലുള്ള ഓഫീസേഴ്സിനെ അതിനേക്കാൾ നല്ല രീതിയിൽ തന്നെ ഒരു ഗുഡ് ലീഡർ എന്നുള്ള രീതിയിൽ തന്നെയാണ് സൂപ്പർവൈസർ ചെയ്യുന്നത്. ഓക്കെ,
ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷൻ അതാണ് നെക്സ്റ്റ്. അതില് ശരിക്കും 1, 2, 3 എന്ന പോയിന്റ് ആയിട്ടായിരുന്നു. 1 ഒരു ഭാഗത്ത് കിടക്കുന്നു, കറക്റ്റ് അത് കറക്റ്റ് അലൈൻമെന്റ് തെറ്റിപ്പോയി. 1 ഇവിടെ കിടക്കുന്നു, 2. അപ്പൊ അത് വായിക്കുമ്പോൾ 1 എന്ന് പറഞ്ഞിട്ട് ആ പോയിന്റ് വായിക്കുക, 2 then 3 ആ ഒരു രീതിയിൽ ഒന്ന് വായിച്ചു പോവുക. അപ്പൊ ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷൻ വായിക്കാൻ റെഡി ആയിട്ട് ആരാ ഉള്ളത്? ഇല്ലേ? ഞാൻ വായിക്കാമോ? Techniques of supervision. Good supervision is based upon the teacher participation. Good supervision is planned supervision. The teachers and the pupils can be supervised in 3 ways. The supervision through the observational visits. The headmaster can make the observational visits if they result in developing the teaching and the learning too. Supervision through the individual conferences. The headmaster can have the individual decision with the teachers in order to analyze and solve his problem. 3. Supervision over group. The conferences. The headmaster can have a group conferences if it is the organized around the teacher's problem. Principles of supervision. Enough. അത് നമുക്ക് അടുത്ത ഇതായിട്ട് വായിക്കാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷൻ ആണ് പറയുന്നത്. അപ്പൊ നമ്മൾ ടീച്ചേഴ്സിന്റെ ആക്ടിവിറ്റീസ് സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്, അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്, ഒരു ഗുഡ് ലീഡർഷിപ്പ് ഫോം ചെയ്യുന്നുണ്ട്, ടീച്ചർ പാർട്ടിസിപ്പേഷൻ ഒക്കെ വരുന്നുണ്ട്. ഇതിന്റെയൊക്കെ റിസൾട്ട് എന്താ? കുട്ടികളിലേക്ക്, സ്റ്റുഡൻസിലേക്ക് വരണം. അവരുടെ ഡെവലപ്മെന്റ്, അവരുടെ ആ സ്റ്റഡി സിസ്റ്റം അതൊക്കെ നല്ല രീതിയിൽ പോകണം അല്ലെ? അപ്പൊ കുട്ടികളും അവിടെ അപ്പോ സൂപ്പർവൈസ് ചെയ്യുവാണ്. ടീച്ചേഴ്സിന് മാത്രമല്ല അവിടെ സൂപ്പർവിഷൻ വരുന്നത്, കുട്ടികളിലും ആ സൂപ്പർവിഷൻ വരുവാണ്. കുട്ടികൾ എങ്ങനെയാണ്, അവരുടെ ബിഹേവിയർ, അവരുടെ എന്താ പറയാ സ്റ്റഡീസ്, അങ്ങനെ കാര്യങ്ങൾ, ബാക്കി അതർ ആക്ടിവിറ്റീസ് എല്ലാ കാര്യങ്ങളും സൂപ്പർവൈസ് ചെയ്തു പോകുന്നുണ്ട്. ഇപ്പൊ ടീച്ചർ പാർട്ടിസിപ്പേഷൻ ആണ് ഗുഡ് സൂപ്പർവിഷൻ ഈസ് ബേസ്ഡ് അപ്പോൺ എന്ന് നമ്മൾ പറഞ്ഞു. ഗുഡ് സൂപ്പർവിഷൻ ഒരു പ്ലാൻഡ് സൂപ്പർവിഷൻ ആയിരിക്കണം. ചുമ്മാ സ്കാറ്റേഡ് ആയിട്ട് അതും ഇതൊക്കെ ഇപ്പൊ ഒരു കാര്യം ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ അത് മാറ്റിയിട്ട് വേറെ, അങ്ങനെയല്ല. നല്ല പ്ലാൻഡ് ആയിരിക്കണം. ഒരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ നമ്മളും അങ്ങനെ തന്നെയല്ല. ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ അതിന്റെ ഔട്ട്കമ്മും കൂടെ നമ്മൾ നോക്കും. ചിലപ്പോൾ ആൾക്കാർ ചില കാര്യങ്ങൾ പറയും നമ്മൾ പ്ലാനിങ്ങുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന്. പക്ഷെ ചില കാര്യങ്ങളിൽ പ്ലാൻഡ് ആയിരിക്കണം നമ്മൾ പറയും. ഇപ്പൊ എക്സാം വരുവാണ്, നമുക്ക് ഒരു പരീക്ഷ PSCയോ എന്ത് തന്നെ ആയിക്കോട്ടെ, മോണ്ടിസോറിയുടെ എക്സാം വരുവാണ്. അപ്പൊ നമ്മളത് പ്ലാൻ ചെയ്യുന്നു. ഞാൻ ഒരു ദിവസം ഞാൻ ഈ ഒരു യൂണിറ്റ് പഠിച്ചു, അടുത്ത ദിവസം ഞാൻ ഈ ഒരു യൂണിറ്റ് പഠിക്കാം. അപ്പൊ ഞാൻ ഒരു ദിവസം ഒരു യൂണിറ്റ് പഠിച്ചാൽ ഞാൻ ഉദ്ദേശിച്ച ടൈമിനേക്കാൾ പെട്ടെന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് നെക്സ്റ്റ് ഡേയിൽ പഠിക്കാനുള്ളതും കൂടെ ഒന്ന് പഠിക്കാം. കാരണം നെക്സ്റ്റ് ഡേ നമുക്ക് വേറെ എന്തെങ്കിലും ഒക്കെ ഇഷ്യൂ ആയിട്ട് നമുക്ക് ടൈം ഇതാക്കാൻ പറ്റും. എനിക്ക് എപ്പോഴും പറ്റുന്ന ഒരു കാര്യമാട്ടോ, ഞാൻ ചില കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യും. പക്ഷെ സംഹൗ വേറെ എന്തെങ്കിലും ഓടിച്ചാടി വന്ന് എന്റെ ഷെഡ്യൂൾ മൊത്തം തെറ്റും. അങ്ങനെ പലപ്പോഴും പറ്റാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇന്നത്തെ ദിവസം അങ്ങനത്തെ ദിവസമായിരുന്നു. എനിക്കിന്ന് ഞാൻ പോകുന്ന സ്കൂളില് 2 മണിക്ക് എത്തണം. 2 to 4 ആണ് എല്ലാ ഫ്രൈഡേയും എന്റെ സെഷൻ അവിടെ നടക്കുന്നത്. അപ്പം എന്നെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു വോളണ്ടിയർ ഉണ്ട്. അങ്ങനെ ഞങ്ങള് രണ്ടുപേരും കൂടെ പോകാനും എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്യിക്കണം എന്നൊക്കെ ഞങ്ങൾ ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിരുന്നു. നല്ല രീതിയിലൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്താണ് ഒരു ഹസ്ബൻഡ് ഒരു 8:30 ആയപ്പോ ഓഫീസിൽ പോയെ. 9 o'clock ആയപ്പോ മോളുടെ ഫോൺ വരുവാ. ഒട്ടും വയ്യ, വൊമിറ്റ് ചെയ്ത് ഉറങ്ങാൻ പറ്റുന്നില്ല, ഹോസ്റ്റലിൽ നിന്നിട്ട് എനിക്കൊന്ന് വീട്ടിൽ വരണം, അമ്മയെ കാണണം എന്ന് പറഞ്ഞ് പറയാം. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ശരി, നീ റെസ്റ്റ് ചെയ്യുക, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് ഒരു 3 hours ജേർണി ഉണ്ട് അവളുടെ സ്ഥലത്തേക്ക് പോകാനായിട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഹസ്ബൻഡ് ഓഫീസിലേക്ക് പോയില്ലേ, ഹസ്ബൻഡ് ആ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കഴിഞ്ഞാൽ റിക്കവർ ആയി ഹെൽത്തി ആയിട്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പൊ അത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും വിളിക്കുന്ന ഒരു കുട്ടിയെ വിളിച്ചു, ഓട്ടോ ഓടിക്കുന്ന കൊച്ച് നമ്മുടെ കാർ എടുത്ത് അങ്ങനെ വരും. അങ്ങനെ അതിനെ വിളിച്ചപ്പോഴേക്കും അത് പറഞ്ഞത്, ചേച്ചി എനിക്ക് 2 മണി കഴിയാതെ ഞാൻ ഫ്രീ ആവില്ല. 2 മണിക്ക് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ 5 മണി ആവാറാകുമ്പോ എത്തും. കൊച്ചിനെ വിളിച്ച് ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും നിങ്ങളുടെ ക്ലാസ് എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്ത് ഞാൻ ആ കൊച്ചിനോട് പറയാന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം വോളണ്ടിയർ പൂളിൽ നിന്ന് എന്നെ അസിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ വോളണ്ടിയർ വേറൊരു കുട്ടിയെ വിളിച്ചിട്ട്
എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, നിങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് ഹാൻഡിൽ ചെയ്യണം. അങ്ങനെ ആ ക്ലാസ് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ നമ്മുടെ ക്ലാസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുമല്ല മോൾ അത്രയും നേരം അവിടെ ഇരുന്ന് നമ്മൾ ആകെ വിഷമിക്കില്ലേ, എത്രയും പെട്ടെന്ന് അവളുടെ അടുത്തെത്തുക. ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ ഹസ്ബൻഡ് ഓൾമോസ്റ്റ് പകുതി എത്തിക്കഴിഞ്ഞു, ഓഫീസിന്റെ പകുതി എത്തി. ആള് പിന്നെ തിരിച്ചു വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡ്രൈവ് ചെയ്തു പോയി. അവളെ കൂട്ടി ഒരു 6:30 ഒക്കെ കഴിഞ്ഞപ്പോഴാണ് വന്നത്. അപ്പൊ അങ്ങനെ എന്റെ ഇന്നത്തെ പ്ലാനിങ് വേറെ ഒന്നും ആയിരുന്നില്ല. ബാൽക്കണിയിൽ അടുത്ത വീട്ടിലെ മരത്തിന് നിറയെ ഇല വീണ് കിടക്കണ്ടായിരുന്നു, അവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കോള് വരുന്നത്. എനിക്ക് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം വാഷ് ചെയ്യാനിട്ട് വീടിന്റെ വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന ഞാനാണ്, വേറെ നമുക്കങ്ങനെ സർവന്റ് ഒന്നുമില്ല. കുറച്ച് മിറ്റടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ലേഡി വരും. അപ്പൊ ഞാൻ ഇന്നലെ താഴത്തെ ഫ്ലോർ ക്ലീൻ ചെയ്തു, ഇന്ന് മുകളിലത്തെ ഫ്ലോർ ക്ലീൻ ചെയ്യാന്നും പറഞ്ഞ് അതൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോഴേക്കും എനിക്ക് 2 മണിക്ക് പോകണം. ഇപ്പൊ 12 മണിക്ക് മുമ്പ് ഇറങ്ങാനായിട്ട് പറ്റും. എനിക്ക് 3 കൊറിയർ ചെയ്യാനുണ്ട്. ഇപ്പൊ ടൗണിൽ എത്തിയാൽ എനിക്ക് കൊറിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അവസ്ഥ വന്നത്. അപ്പൊ എന്റെ എല്ലാം തെറ്റി. അപ്പം നിങ്ങൾക്ക് ക്ലാസ്സിൽ കയറാൻ ഞാൻ ലേറ്റ് ആയതാ. അപ്പൊ അവൾക്ക് ഈ സ്ട്രെസ് കൂടിയിട്ടുള്ള പ്രശ്നമായിരുന്നു. പഠിക്കാൻ പറ്റുമോ, അങ്ങനെ ഉറക്കമില്ലാതായി, ഫുഡ് മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഇഷ്യൂ വന്നിട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കഞ്ഞിയും മോരുകാച്ചിയും ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ആ കുട്ടി അങ്ങ് കഴിച്ചോളൂ എന്ന് വിചാരിച്ച് അത് ചെയ്തതാണ്. എനിക്ക് 8 മണിക്ക് കറക്റ്റ് കയറാൻ പറ്റാത്തത്. അപ്പൊ അതാ നമ്മളുടെ ഷെഡ്യൂൾ മൊത്തം തെറ്റുന്നത്. ഇവിടെ ആരെയും നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല, ഇറ്റ് ഹാപ്പൻസ്. പക്ഷേ എക്സാംസ് അതുപോലെ തന്നെ നമ്മൾ മടി പിടിച്ചിരുന്ന് ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് പിന്നെ ചെയ്യാം, അവിടെ നമ്മുടെ പ്രശ്നം തന്നെയാണ്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ പ്ലാൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യണം. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നു, നമ്മൾ പ്ലാൻ ചെയ്യണം. അവരെന്തൊക്കെ കഴിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത് ഉണ്ടാക്കണം. അവർ ഏത് ടൈമിനാണ് വരുന്നത്, ഏത് ഫുഡാണ് ആ സമയത്ത് കൊടുക്കാൻ പറ്റുന്നത്, ആപ്റ്റ് ആയിട്ടുള്ളത്, അങ്ങനെയൊക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യില്ലേ. നമ്മളുടെ മക്കളുടെ എക്സാം വരുമ്പോഴേക്കും നമ്മൾ ഇതുപോലെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് ഷെഡ്യൂൾ ചെയ്യും. അവരെ പഠിപ്പിക്കേണ്ട ടൈം, ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല, ഞാൻ റെക്കോർഡ് ക്ലാസ്സേ കാണുന്നുള്ളൂ, അതിനൊരു ടൈം ഞാൻ വെച്ചിട്ട് ആ ടൈമിൽ ഞാൻ റെക്കോർഡ് ക്ലാസ് ഞാൻ കാണും. അങ്ങനെയൊക്കെ നമ്മൾക്ക് പ്ലാൻ ചെയ്ത് ഒന്നും നടക്കില്ല എന്ന് പറയുന്നതിനർത്ഥമില്ല, നമ്മൾ കുറച്ചെങ്കിലും പ്ലാൻ ചെയ്യണം. ഇവിടെ അത് തന്നെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റിങ്സിൽ പ്രൊഫഷണലി നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യേണ്ടതാണ്. പേഴ്സണലി നമ്മളുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന പോലെ പലപ്പോഴും നടക്കാറ്. ഇതെങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറ്റും. അങ്ങനെ അപ്പൊ ഇവിടെ ഞാൻ 3 പോയിന്റ്സ് ആണ് നമുക്ക് പറയുന്നത്. ടീച്ചേഴ്സ് ആൻഡ് പീപ്പിൾസ് ക്യാൻ ബി സൂപ്പർവൈസ്ഡ് ഇൻ 3 ways. 3 രീതിയിൽ ടീച്ചേഴ്സിനെയും കുട്ടികളെയും സ്റ്റുഡൻസിനെയും നമുക്ക് സൂപ്പർവൈസ് ചെയ്യേണ്ടതുണ്ട്. അത് 3 ways ചെയ്യാൻ പറ്റും. ഒന്ന്, ഒബ്സർവേഷണൽ വിസിറ്റ്സ്. നമ്മൾ മോണ്ടിസോറി പഠിക്കുമ്പോൾ പല പ്രാവശ്യം പറഞ്ഞു, ഒബ്സർവേഷൻ നമുക്ക് വേണ്ടുന്ന ഒരു ക്വാളിറ്റി. നമ്മൾ ഒബ്സർവ് ചെയ്യണം, അവരെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാം. അതാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ്. അപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ അറിയുള്ളൂ. അതേസമയം നിങ്ങൾ എന്നെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക, എനിക്കെന്തോ സ്ട്രെസ് ഉണ്ട്, അപ്പൊ നിങ്ങൾ എന്നെ ഒബ്സർവ് ചെയ്യുക. കാരണം എന്റെ സ്ട്രെസ് മനസ്സിലാക്കിയിട്ട് എനിക്ക് വേണ്ടുന്ന ഒരു സപ്പോർട്ട് തരണം. അപ്പൊ നിങ്ങൾ എന്നെ ഒബ്സർവ് ചെയ്യുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടൊരു മാസ്ക് അങ്ങിടും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ നമ്മളുടെ ഒബ്സർവേഷൻ അങ്ങനെ ഏത് സിറ്റുവേഷൻ ഏത് കോണ്ടെസ്റ്റിലാണോ അതിനനുസരിച്ച് വേണം ഒബ്സർവേഷൻ. സൂപ്പർവിഷൻ ത്രൂ ഒബ്സർവേഷണൽ വിസിറ്റ്. ഇത് പക്ഷേ അറിഞ്ഞുകൊണ്ടുള്ളതാണ് പലപ്പോഴും. കാരണം ക്ലാസ് റൂം വിസിറ്റ് ചെയ്യാനായിട്ട് പോകും. കുട്ടികളെ ശരിയായ രീതിയിലാണോ ക്ലാസ് റൂമിൽ ഇരിക്കുന്നത്, ക്ലാസ് റൂമിലെ പ്രിമിസസ്, അതായത് ഡെസ്ക്, ബെഞ്ച്, ടേബിൾ എന്തൊക്കെയാണോ അവരെല്ലാം നല്ല രീതിയിലാണോ യൂസ് ചെയ്യുന്നത്, കുട്ടികൾക്ക് എന്തെങ്കിലും കുറവ് അവിടെയുണ്ടോ, അവർക്ക് എന്തെങ്കിലും നീഡ്സ് ഉണ്ടോ, ഫാൻ ശരിയായിട്ടാണോ കറങ്ങുന്നത്, പ്രൊജക്ടർ വെച്ചിരിക്കുന്നത് കറക്റ്റ് പൊസിഷനിലാണോ, ബോർഡ് ഉണ്ടെങ്കിൽ ബോർഡിലേക്ക് ലൈറ്റ് ഫ്ലെയർ അടിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള രീതിയിൽ പല വിസിറ്റ് ചെയ്യും. ഈ ഹെഡ് മാസ്റ്റർക്ക് വിസിറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഗവൺമെന്റ് സ്കൂളുകളിൽ നമുക്കറിയാം AEO വിസിറ്റ് ചെയ്യുന്നത് അല്ലെ, അതൊക്കെ ഇതുപോലെ സൂപ്പർവിഷന്റെ ഭാഗമായിട്ടാണ്. ഒബ്സർവേഷണൽ വിസിറ്റ് ഇഫ് ദ റിസൾട്ട് ഇൻ ഡെവലപ്പിംഗ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ഈ സൂപ്പർവിഷന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചിങ്ങും ലേണിങ്ങും, അതായത് ടീച്ചർമാരെയും ഒബ്സർവ് ചെയ്യുന്നുണ്ട്, കുട്ടികളെയും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ടീച്ചർമാര് പഠിപ്പിക്കുന്ന രീതി, ഇപ്പൊ പലരും ടീച്ചിങ് പ്രാക്ടീസിന് പോയ സ്കൂളിൽ ചെന്ന് ചോദിച്ച സ്കൂളിലെ HM അല്ലെങ്കിൽ പ്രിൻസിപ്പൾ പറയണ്ടായി, ഒന്നില്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും വന്ന് ക്ലാസ്സിലിരിക്കും, ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇത്ര നേരം വന്നിരിക്കും എന്ന് പറയും അല്ലെ. അതൊരു ഒബ്സർവേഷൻ തന്നെയാണ്. സൂപ്പർവിഷന്റെ ഭാഗമായിട്ടുള്ള ഒബ്സർവേഷൻ ആണ്. ടീച്ചിങ് മെത്തേഡ് ശരിയായ രീതിയിലാണ്, കുട്ടികൾ നല്ല രീതിയിൽ ലേൺ ചെയ്യുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് മെത്തേഡ് അതായിരുന്നു, ത്രൂ ഒബ്സർവേഷണൽ വിസിറ്റ്സ്.
Second one, supervision through individual conferences. The headmaster can have individual discussions with the teacher in order to analyze and solve his problems. Individual conference തന്നെയാണ് എപ്പോഴും നല്ലത്. ഓക്കെ, ഒരു എന്തെങ്കിലും ഒരു കാര്യം സോർട്ട് ഔട്ട് ചെയ്യാനോ സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ടീച്ചറെ ഈ ഒരു കാര്യത്തിൽ ലീഡ് ചെയ്യണം, ഒന്ന് ഗൈഡ് ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ ടീച്ചർക്ക് ഈ ഹെഡ് മാസ്റ്റർക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് അവരെ വിളിച്ച് സംസാരിക്കാം. അല്ലാണ്ട് ഒരു മീറ്റിങ്ങിലൊക്കെ ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൾട്ടിങ് പോലെ എന്തെങ്കിലും വേർഡൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇൻഡിവിജ്വൽ ആകുമ്പോൾ അതിന്റെ റിസൾട്ട് നല്ലതായിരിക്കും. അങ്ങനെ സൂപ്പർവിഷൻ ത്രൂ ഇൻഡിവിജ്വൽ കോൺഫറൻസ് ചെയ്യാം. ഹെഡ് മാസ്റ്റർക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ടീച്ചറെ വിളിച്ച് ഡിസ്കസ് ചെയ്യാം ഇൻ ഓർഡർ ടു അനലൈസ്. ഇപ്പം ഞങ്ങളെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് സാറ് ഫോൺ ചെയ്ത് ഇൻഡിവിജ്വൽ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കും. പിന്നെ ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട എന്തെങ്കിലും ആണെങ്കിൽ അത് ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യും. ആ ഒരു രീതിയിലൊക്കെയാണ് പോകുന്നത്. അപ്പൊ അതൊക്കെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു എന്താ പറയാ നല്ലൊരു വേ ഓഫ് ഒരു നല്ല വെൽ മാനേർഡ് രീതിയാണ് പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും അത് വരുന്നത്, ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ. കാരണം എനിക്കറിയാവുന്ന ഒരു സ്കൂളിലെ ഒരു പ്രിൻസിപ്പള് ഒരു മീറ്റിങ്ങില് ഒരു സാറ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് അത് പോരാ, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് സാറ് ഭയങ്കര മൂഡ് ഓഫ് ആയി. 2 days കഴിഞ്ഞിട്ട് സാറ് മിസ്സിങ് ആയി. ഇതുകൊണ്ടാണോ സാറ് ഇതുവരെയും കിട്ടിയിട്ടില്ല, എനിക്ക് തോന്നുന്നു ഒരു 4 months ആയിട്ടുണ്ടാവും സാറ് മിസ്സിങ് ആണ്. മരിച്ചതായിട്ടോ ഉള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായി. അപ്പൊ ആ പ്രിൻസിപ്പളിന് ഭയങ്കര അതൊരു ഷോക്ക് പോലെ ആയിപ്പോയി. കാരണം ബാക്കിയുള്ള ടീച്ചേഴ്സ് പ്രിൻസിപ്പളിനെ അഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞു, സാർ അങ്ങനെ സംസാരിച്ചത് കൊണ്ടാണ് സാറിന് മറ്റേ സാറിന് അത് ഫീൽ ചെയ്തു, അങ്ങനെയാ പുള്ളി നിർത്തിപ്പോയതാണെന്നൊക്കെ പറഞ്ഞ് അത് ഇപ്പോഴും അങ്ങനെ ഒരു പോലീസ് കേസൊക്കെ ആയിട്ട് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി ഒരു സ്കൂളിൽ. എനിക്കറിയാം, ഞാൻ ഇതുപോലത്തെ പ്രോഗ്രാം ചെയ്യുന്ന ഒരു സ്കൂളിലായിരുന്നു അത്. ഇൻഡിവിജ്വൽ കോൺഫറൻസിന്റെ കാര്യം പറഞ്ഞു. സൂപ്പർവിഷൻ ഓവർ ഗ്രൂപ്പ് കോൺഫറൻസസ്. പലപ്പോഴും എക്സാംസ് നടക്കുന്നതിന് മുമ്പ്, സ്കൂള് തുറക്കുന്നതിന് മുമ്പ്, സ്കൂളിലെ ഏതെങ്കിലും മിഡ് ടേമോ അല്ലെങ്കിൽ ഓണത്തിന് മുമ്പ്, ക്രിസ്മസിന് മുമ്പ്, മെയിൻ എക്സാം നടക്കുന്നതിന് മുമ്പൊക്കെ ആയിട്ട് ടീച്ചേഴ്സിന്റെ ഒരു മീറ്റിംഗ് വെക്കാറുണ്ട് അല്ലെ, ടീച്ചേഴ്സും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റുമായിട്ട് അല്ലെങ്കിൽ HM അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആയിട്ട്. അതാണ് ഗ്രൂപ്പ് കോൺഫറൻസസ് വരുന്നത്. ഹെഡ് മാസ്റ്റർ ക്യാൻ ഹാവ് എ ഗ്രൂപ്പ് കോൺഫറൻസ് ഇഫ് ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ് അറൌണ്ട് ദി ടീച്ചേഴ്സ് പ്രോബ്ലംസ്. അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് ഒരു പ്രോബ്ലം വരുവാണെങ്കിൽ അപ്പോൾ തന്നെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാം. ഓക്കെ, അങ്ങനെയെല്ലാം ചെയ്യാം. ഈവൻ ദോ കോവിഡ് സമയത്ത് ഓൺലൈൻ ആയിരുന്ന സമയത്ത് വരെ ഓൺലൈനായിട്ട് മീറ്റിംഗ്സും അറേഞ്ച് ചെയ്യാറുണ്ട്. ഇതെല്ലാം സൂപ്പർവിഷന്റെ ടെക്നിക്സ് ആണ്. 3 രീതിയിൽ നമ്മൾ ചെയ്തു. ഒന്ന് ഒബ്സർവേഷണൽ വിസിറ്റ്, അത് കുട്ടികളെയും ടീച്ചേഴ്സിനെയും ഒബ്സർവ് ചെയ്യുന്നതാണ്. അതെന്തുകൊണ്ടാണ്, ടീച്ചിങ് ശരിയാണോ, ലേണിംഗ് ചെയ്യുന്നത് ശരിയാണോ എന്ന് നോക്കാൻ. സെക്കൻഡ് വൺ ഇൻഡിവിജ്വൽ കോൺഫറൻസ് ആയിരുന്നു, ടീച്ചറുമായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. തേർഡ് വൺ ഗ്രൂപ്പ് കോൺഫറൻസ് ആയിരുന്നു, ടീച്ചേഴ്സുമായിട്ട് ഒരു ഡിസ്കഷൻ, പ്രോബ്ലംസ് ഒക്കെ സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട്. നെക്സ്റ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് സൂപ്പർവിഷൻ. അതൊരു 6 points ഉണ്ട്. അത് വായിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വായിച്ചു. ഞാൻ വായിക്കാം. Principles of supervision. Supervision is always linked to the development of instructions. Linked to the development instruction in any school. The primary aim to supervision is to help teachers to become self-directed. Supervision and curriculum development and reciprocal. Good supervision is democratic, creative, participatory, and contributive. A good supervision helps to the teacher to develop skills in discovering and analyzing pupil needs. Supervision gives teachers security and improve confidence in their capacity to solve problems. ഓക്കെ, സോ പ്രിൻസിപ്പിൾസ് നമ്മൾ നേരത്തെ ടെക്നിക്സ് ആയിരുന്നു പറഞ്ഞത്. പ്രിൻസിപ്പിൾസ് എന്താണ്, അതിൽ വരുന്ന പ്രിൻസിപ്പിൾസ് ഉള്ളത്. ശരിക്കും ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇൻസ്ട്രക്ഷൻ അല്ല, ഡെവലപ്മെന്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ എനി സ്കൂൾ. അത് ആ ഒരു ഏതെങ്കിലും ഒരു ഏത് സ്കൂളോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അവിടുത്തെ അതിന്റെ ഡെവലപ്മെന്റ് ആണ്, ഇൻസ്ട്രക്ഷൻ അല്ല കേട്ടോ. ശരിക്കും ആ സെന്റൻസിൽ തെറ്റാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ മതി, ഇൻ എനി സ്കൂൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല. സൂപ്പർവിഷൻ ഒരു സ്കൂളിന്റെ ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്യാനുള്ളതാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. എപ്പോഴും അതുമായിട്ട് കണക്റ്റഡ് ആണ്. The primary aim of supervision is to help teachers to become self-directive.
ഇതിന്റെ നമ്മൾ ആദ്യമേ പറഞ്ഞു സെൽഫ് ഡയറക്റ്റീവ് ആണ്. ഇവിടെ ഓട്ടോക്രാറ്റിക് റൂളൊന്നുമല്ല, ഏകാധിപതി പോലെയൊന്നുമല്ല സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഒന്നോ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. അത് ടീച്ചേഴ്സ് സ്വയം സെൽഫ് ഡയറക്റ്റീവ് ആകുന്ന രീതിയിലാണ് സൂപ്പർവിഷൻ നടത്തുന്നത്. അതിന്റെ പ്രൈമറി എയിം അതാണ്, എപ്പോഴും സ്കൂളിന്റെ ഡെവലപ്മെന്റുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കും. ഈ സൂപ്പർവിഷനും കരിക്കുലം ഡെവലപ്മെന്റും റെസിപ്രോക്കൽ ആണ്, അത് കണക്റ്റഡ് ആണ്, പരസ്പര പൂരകങ്ങളാണെന്നൊക്കെ നമ്മൾ പറയില്ലേ. സൂപ്പർവിഷനും കരിക്കുലം, അതായത് ആ സ്കൂളിന്റെ കരിക്കുലം എന്ന് പറയുന്നത് സിലബസ് മാത്രമല്ല അതർ ആക്ടിവിറ്റീസും എന്തെല്ലാം ഉണ്ട് സ്കൂള് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുമായിട്ട് ഡെവലപ്മെന്റുമായിട്ട് കണക്റ്റഡ് ആണ്. ഗുഡ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റിക് ആണ്. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ജനാധിപത്യം എന്നല്ല, ഓട്ടോക്രാറ്റിക് അല്ല, ഒരാളെടുക്കുന്ന തീരുമാനമല്ല, എല്ലാവരുടെയും കൂടിയുള്ള തീരുമാനത്തുമായിട്ട് കണക്റ്റഡ് ആണ് ഗുഡ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ക്രിയേറ്റീവ് ആയിരിക്കും, പാർട്ടിസിപ്പേറ്റീവ്, എല്ലാവരുടെയും ഒരു പാർട്ടിസിപ്പേഷൻ അവിടെ വരുന്നു, എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, എല്ലാവർക്കും അവരവരുടെ ഐഡിയാസ് പറയാം അല്ലെ. മീറ്റിംഗ്സ് ഇതുപോലെ കോൺഫറൻസ് വെക്കുമ്പോൾ എല്ലാവരും അവരുടെ ഐഡിയാസ് പറയാം, എല്ലാവരും അവരുടേതായ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കും. ഇപ്പം സ്കൂളുകളിൽ തന്നെ ചില ടീച്ചേഴ്സ് യോഗ എക്സ്പേർട്ടുകൾ ഉണ്ടായിരിക്കും, ഡാൻസ് നല്ലതുപോലെ അറിയാവുന്നവരുണ്ടായിരിക്കും, മ്യൂസിക് റിലേറ്റഡ് കാര്യങ്ങൾ അറിയാവുന്നവരുണ്ടായിരിക്കും, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കും. ഇപ്പൊ സ്കൂളിൽ ഒരു പ്രോഗ്രാം വരുമ്പോൾ അവരവരുടെ പൊസിഷനിൽ നിന്ന് എന്ത് കോൺട്രിബ്യൂഷൻ ആണോ ചെയ്യാൻ പറ്റുക ആ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ അവിടെ നടക്കും. അതെല്ലാം ഗുഡ് സൂപ്പർവിഷനുമായിട്ട് കണക്റ്റഡ് ആണ്. എ ഗുഡ് സൂപ്പർവിഷൻ ഹെൽപ്സ് എ ടീച്ചർ ടു ഡെവലപ്പ് സ്കിൽസ് ഇൻ ഡിസ്കവറിംഗ് ആൻഡ് അനലൈസിങ് പീപ്പിൾ നീഡ്സ്. ടീച്ചറെ ഹെൽപ്പ് ചെയ്യുന്നു, അതായത് ടീച്ചർ എന്താ ചെയ്യുന്നത്, കുട്ടികളുടെ സ്കിൽസ് കണ്ടുപിടിക്കുക, അത് അനലൈസ് ചെയ്യുക, കുട്ടികളുടെ നീഡ്സ് അനുസരിച്ച് അനലൈസ് ചെയ്ത് അത് നല്ല സ്കില്ലാണെങ്കിൽ ആ സ്കിൽ കൊണ്ട് എന്റെ ഡെവലപ്മെന്റ് കൂടുതൽ ഇമ്പ്രൂവ് ആവുമെങ്കിൽ ആ രീതിയിൽ അവർക്ക് വേണ്ടുന്ന നീഡ്സ് മനസ്സിലാക്കി അത് പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് ടീച്ചർ ചെയ്യുന്നത്. ഓക്കെ, അതിന് സൂപ്പർവിഷൻ തന്നെയാണ് ടീച്ചറെ ഹെൽപ്പ് ചെയ്യുന്നത്. അതേസമയം സൂപ്പർവിഷൻ അത്ര പോരെങ്കിൽ ടീച്ചർക്ക് കുട്ടികളിൽ നല്ല സ്കിൽ ഉണ്ടെന്ന് മനസ്സിലായാൽ പോലും അത് ഡെവലപ്പ് ചെയ്യാനും കുട്ടികളുടെ നീഡ്സ് മനസ്സിലാക്കി അത് പ്രൊവൈഡ് ചെയ്യാനും പറ്റാതെ വരും. സൂപ്പർവിഷൻ കൊണ്ട് ടീച്ചേഴ്സിന് ഒരു സെക്യൂരിറ്റി, കോൺഫിഡൻസ് കൂടും. കാരണം ടീച്ചേഴ്സിന് പലപ്പോഴും കോൺഫ്ലിക്ട്സ് ഉണ്ടാകാം ടീച്ചേഴ്സും പാരന്റ്സും തമ്മിൽ. അപ്പൊ പലപ്പോഴും അവർക്കൊരു സെക്യൂർ ഫീലിംഗ് കിട്ടുന്നത് സൂപ്പർവിഷൻ കൊണ്ട് തന്നെയാണ്. കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യുന്നു, അവരുടെ കപ്പാസിറ്റി മനസ്സിലാക്കി പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും എല്ലാം പറ്റും. ഈ സ്കൂൾ ഡെവലപ്മെന്റിനെ കുറിച്ചും മാനേജ്മെന്റിനെ കുറിച്ചും കുറെ ഓതേഴ്സ് പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതില് ഹാരിസ് സൂപ്പർവൈസറി ഫങ്ഷൻസ്, അത് 3 സൂപ്പർവൈസറി പ്രാക്ടീസസ് സ്കൂൾ ലെവലിൽ നിന്നുകൊണ്ട് 3 ഫങ്ഷൻസ് അല്ലെങ്കിൽ അതിന്റെ തോട്ട്സ് ഷെയർ ചെയ്തിട്ടുണ്ട്, അത് കൊടുത്തിട്ടുണ്ട്. അത് ആരെങ്കിലും ഒന്ന് വായിക്കുവാണെങ്കിൽ. പ്ലേ വായിക്കാം. ഹാരിസ് 1985 ലിസ്റ്റ് 3 ഡിസ്ട്രിക്ട്. ഓക്കെ ഫൈൻ. Supervisory functions. Harris, 1985, lists 3 distinct supervisory practices or schools of thought. They are: first one, monitoring and accountability. It involves monitoring, inspecting, and accountability. It emphasizes testing, evaluation, discrepancy analysis, and feedback for improvement. Second one, human relations and moral building. It emphasizes human relations and moral building. It emphasizes informal relations and moral building. It emphasizes informal relations, sensitivity to needs. Okay, promoting personal development, removing constraints, and maximizing freedom of action. Third one, change process management. It accentuates planning,
designing, building, stimulating, goal setting, and promoting environment for better instructional practices. ഓൾറെഡി ഈ സൂപ്പർവൈസറി ഫങ്ഷൻസിനെ കുറിച്ച് ഹാരിസ് എന്നുള്ള ഓതർ കുറച്ച് പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, മോണിറ്ററിങ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഇതിനകത്ത് മോണിറ്ററിങ്, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒബ്സർവേഷൻ നമ്മൾ ആദ്യം പറഞ്ഞു. മോണിറ്ററിങ് തന്നെ നോക്കിക്കാണുന്നു, ഇൻസ്പെക്ട് ചെയ്യുന്നു, അത് പരിശോധിക്കുന്നു. ആൻഡ് അക്കൗണ്ടബിലിറ്റി, അതുപോലെ തന്നെ ഇതിനകത്ത് ഡിസ്ക്രിപ്പൻസി, അതായത് കോൺഫ്ലിക്ട്സ്, ഡിസഗ്രിമെന്റ്, എന്താ പറയാ, ചില ഇപ്പൊ ഒരു മീറ്റിംഗ് തന്നെ വെക്കുവാണെങ്കിൽ 10 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ 10 മെമ്പേഴ്സിനും ഒരേ എന്താ പറയാ ഒരേ അഭിപ്രായം ആകണം എന്നില്ല അല്ലെ. പലപ്പോഴും ഇങ്ങനെ കോൺഫ്ലിക്ട്സ് ഉണ്ടാകും. അപ്പൊ അത് നല്ല രീതിയിൽ സോൾവ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് പലപ്പോഴും അത് സൂപ്പർവിഷന്റെ ഇതിൽ തന്നെ വരുന്നത്. അപ്പം ഇതിനകത്ത് മോണിറ്ററിംഗ് ഉണ്ട്, ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് റിലേറ്റഡ് ആണ്. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അത് റിസൾട്ട് നന്നായിരിക്കണം, അല്ലെങ്കിൽ അതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്, ആ രീതിയിലുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, അതാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ മോണിറ്ററിങ്ങും അക്കൗണ്ടബിലിറ്റിയാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. മോണിറ്ററിങ്, അത് ശ്രദ്ധിക്കുക, പിന്നെ അതിന്റെ റെസ്പോൺസിബിലിറ്റി, ഇതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു? മോണിറ്ററിങ് വരുന്നു, ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ട്, ഈ റെസ്പോൺസിബിലിറ്റി, അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ടു സമ്മൺ ഫോർ സം ആക്ടിവിറ്റി, അതാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ഈ ഒരു ട്രെയിനിങ് സെഷൻ, ഈ ഒരു സെഷനിൽ എന്റെ റെസ്പോൺസിബിലിറ്റി ആണ് നിങ്ങളിലേക്ക് കുറെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാന്നുള്ളത്. ദാറ്റ് ഇസ് മൈ അക്കൗണ്ടബിലിറ്റി. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് അത് അപ്ലൈ ചെയ്യാന്നുള്ളത്, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി അത് അപ്ലൈ ചെയ്യാന്നുള്ളത്. ഓക്കെ, ഇറ്റ് എംഫസൈസസ്, അത് പോയിന്റ് ഔട്ട് ചെയ്യുന്നു, ടെസ്റ്റിംഗ്, ഇവാലുവേഷൻ, പിന്നെ എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് ഉണ്ടെങ്കിൽ അതിന്റെ അനാലിസിസ്, ഡിസഗ്രിമെന്റ് ഉണ്ടെങ്കിൽ ഡിസഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ അനാലിസിസ്. അതുപോലെ തന്നെ ഇപ്പോ ആനുവൽ ഡേ വെച്ചു, ഈ വർഷത്തെ ആനുവൽ ഡേ ഭംഗിയായി, പക്ഷെ അതിന്റെ ഒരു റിവ്യൂ നടക്കുമല്ലോ ആനുവൽ ഡേ കഴിയുമ്പോൾ, ഒരു മീറ്റിംഗ്. നമുക്ക് നെക്സ്റ്റ് ഇയർ ചിലപ്പോൾ ആനുവൽ ഡേക്ക് മൈക്ക് കുറച്ച് സമയം ഇത്തിരി നല്ലതല്ലായിരുന്നു, മൈക്ക് മോശമായി. സോ നെക്സ്റ്റ് ഇയർ ആവുമ്പോൾ നമുക്ക് മൈക്കൊക്കെ ശരിക്കും ടെസ്റ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ ഓരോ ഇത് കഴിയുമ്പോൾ ഒരു ഫീഡ്ബാക്ക് അല്ലെ, ഒരു റിവ്യൂ നടക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ സൈഡിലെ നെറ്റ്വർക്ക് വീക്ക് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിൽ നെക്സ്റ്റ് സെഷന് മുമ്പ് ഞാൻ അത് ക്ലിയർ ചെയ്യണം അല്ലെ. അതുപോലെ തന്നെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്റെ സൈഡിൽ നിന്ന് എന്ത് ചെയ്യണോ അത് ഞാൻ ചെയ്യണം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്, മോണിറ്ററിങ് ആൻഡ് അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റി. മോണിറ്ററിങ് വരുന്നുണ്ട്, ഇൻസ്പെക്ടിങ് വരുന്നുണ്ട്, അതിന്റെ റെസ്പോൺസിബിലിറ്റി. അത് ടെസ്റ്റിംഗ്, ഇവാലുവേഷൻ, ഡിസ്ക്രിപ്പൻസി അനാലിസിസ്, അതായത് എന്തെങ്കിലും ഡിസഗ്രിമെന്റ്, ആർക്കെങ്കിലും എന്തെങ്കിലും താല്പര്യമില്ലെങ്കിലോ അഭിപ്രായ വ്യത്യാസം, അതാണ് ഡിസ്ക്രിപ്പൻസിയുടെ കറക്റ്റ് വരുന്നത്. അതുണ്ടെങ്കിൽ അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്യുക, ഫീഡ്ബാക്ക് എടുക്കുക, ഇംപ്രൂവ്മെന്റിന് അതെല്ലാം സോർട്ട് ഔട്ട് ചെയ്യുക. സെക്കൻഡ് വൺ, ഹ്യൂമൻ റിലേഷൻസ് ആൻഡ് മൊറൽ ബിൽഡിംഗ്. നമ്മളറിയാം സ്കൂൾ സിസ്റ്റത്തിൽ ശരിക്കും വരുന്നത് കുട്ടികളുടെ മൊറയിലും കൂടെ അവിടെ ബിൽഡപ്പ് ചെയ്യുവാണ്, റിലേഷൻഷിപ്പ് ഫോം ചെയ്യുവാണ്. കുട്ടികളും ടീച്ചേഴ്സുമായിട്ട്, പിയർ ഗ്രൂപ്പുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, പാരന്റ്സും ടീച്ചേഴ്സുമായിട്ട്, ടീച്ചേഴ്സ് തമ്മിൽ, അവിടുത്തെ ബാക്കിയുള്ള സ്റ്റാഫുകളുമായിട്ടുള്ള, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡിംഗ് അവിടെ ശരിക്കും നടക്കുവാണ്. അപ്പൊ സൂപ്പർവൈസറി ഫങ്ഷൻസിൽ അതും ഇമ്പോർട്ടന്റ് ആണ്. ഹ്യൂമൻ റിലേഷൻസും മൊറൽ ബിൽഡിങ്ങും അവിടെ നടക്കും. ഇറ്റ് എംഫസൈസസ്, അത് നല്ലപോലെ സ്ട്രെസ് ചെയ്യുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. ഹ്യൂമൻ റിലേഷൻസ് ആൻഡ് മൊറൽ ബിൽഡിംഗ് ആണ് ഈ ഒരു ഫംഗ്ഷനിൽ, സെക്കൻഡ് ഫംഗ്ഷനിൽ എംഫസൈസ് ചെയ്യുന്നത്. ആ സെന്റൻസ് തന്നെ ഒന്ന് റിപ്പീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇൻഫോർമൽ റിലേഷൻസ് നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ പാരന്റ്സുമായിട്ടുള്ളത്. പിന്നെ സെൻസിറ്റിവിറ്റി ടു നീഡ്സ്, പല നീഡ്സ് ഉണ്ടാവും, അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ, ഇപ്പൊ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഫിസിക്കൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അപ്പൊ അവന്റെ നീഡ്സ് വേറെ ആയിരിക്കാം. അങ്ങനെയാണല്ലോ പലയിടത്തും ഇപ്പൊ റാമ്പ് വെച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടാണെങ്കിൽ റാമ്പ് ഒരു സൈഡിലുണ്ടാവും, അത് റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും പല ഹോസ്പിറ്റലുകളിലാണെങ്കിലും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സെൻസിറ്റിവിറ്റി ടു നീഡ്സ്, അങ്ങനെ ഒരു നീഡ്സ് വന്നാൽ അതവിടെ ശരിയാക്കുക എന്നുള്ളത്. പ്രൊമോട്ടിങ് പേഴ്സണൽ ഡെവലപ്മെന്റ്, ഇതെല്ലാം ഈ ഹ്യൂമൻ റിലേഷൻ ആൻഡ് മൊറൽ ബിൽഡിംഗ്. പാരന്റ്സിന് ക്ലാസ് വെക്കാറുണ്ട് ഓറിയന്റേഷനിലേക്ക്, ടീച്ചേഴ്സിന് ഓറിയന്റേഷൻ വെക്കുന്നത്.
കുട്ടികൾക്കും ചില സെഷൻസ് വെക്കും. അവിടെ എല്ലാം ഇത് പേഴ്സണൽ ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ. റിമൂവിങ് കൺസ്ട്രെയിൻസ് ആൻഡ് മാക്സിമൈസിങ് ഫ്രീഡം ഓഫ് ആക്ഷൻ. ലിമിറ്റേഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി മാക്സിമം ഓഫ് ഫ്രീഡം ഓഫ് ആക്ഷൻ അത് മാക്സിമൈസ് ചെയ്യും. പിന്നെ ചേഞ്ച് പ്രോസസ് മാനേജ്മെന്റ്. ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ആക്സെന്റുവേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ന്യൂ വേർഡ് തന്നേ ഉള്ളൂ, അതിന്റെ മീനിങ്ങും എംഫസൈസ് തന്നെയാണ്. അതിൽ നല്ലപോലെ പോയിന്റ് ഔട്ട് ചെയ്യുന്നു, സ്ട്രെസ് ചെയ്യുന്നു ആ ഒരു മീനിങ്. ആക്സെന്റുവേറ്റ്സ് പ്ലാനിങ്, ഡിസൈനിങ്, ബിൽഡിംഗ്, സ്റ്റിമുലേറ്റിംഗ്, goal setting and promoting environment for better instructional practice. സ്കൂളൊക്കെ ആനുവൽ എക്സാം എല്ലാം കഴിഞ്ഞ് അടച്ചു കഴിയുമ്പോൾ പലപ്പോഴും വെക്കേഷന്റെ പല സ്കൂളുകളിലും എന്തെങ്കിലുമൊക്കെ പണികൾ നടക്കുന്നുണ്ടാവും. കാരണം ആ ഒരു അക്കാദമിക് ഇയർ കഴിയുമ്പോൾ അവർക്ക് തോന്നുവാണ് ചില കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. അതിപ്പോ ബിൽഡിങ്ങിന്റെ കാര്യങ്ങളിലാണെങ്കിലും ശരി, പല കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനാണെങ്കിലും ശരി, പിന്നെ ഒരു ഗോൾ സെറ്റിംഗ് പോലെ ഇപ്പൊ കുട്ടികൾക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഒരു സ്കേറ്റിംഗ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു പ്ലേസ് സെറ്റ് ആക്കണം, അങ്ങനത്തെ കാര്യങ്ങളും അങ്ങനെ. പിന്നെ ചിലപ്പോ ചില സ്കൂളുകൾ നല്ലപോലെ ചെടികളൊക്കെ നട്ടു വളർത്തും, ആ ഒരു എൻവയോൺമെന്റ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, ഇൻസ്ട്രക്ഷണൽ പ്രാക്ടീസ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രീതിയിൽ. അപ്പൊ 3 ഫങ്ഷൻസ് ആണ് ഹാരിസ് പറഞ്ഞത്. ഫസ്റ്റ് വൺ മോണിറ്ററിങ് ആൻഡ് അക്കൗണ്ടബിലിറ്റി, ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. മോണിറ്ററിങ്ങും ഒരു റെസ്പോൺസിബിലിറ്റി. പിന്നെ ഹ്യൂമൻ റിലേഷൻസ് ആൻഡ് മൊറൽ ബിൽഡിംഗ്, ഇത് ആ ഒരു സ്കൂളുമായി കണക്റ്റഡ് ആവുന്ന എല്ലാവരിലും ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് വരും. പിന്നെ ചേഞ്ച് പ്രോസസ് മാനേജ്മെന്റ്, പലപ്പോഴും അത് ചില കാര്യങ്ങൾ ഡിസൈൻ ചെയ്യാനും സ്റ്റിമുലേറ്റ് ചെയ്യാനും ഗോൾ സെറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ്, സൂപ്പർവിഷന്റെ പ്രിൻസിപ്പിൾ. എനിവൺ? Yeah, I can. Principles. It is a continuous process. Reporting should be objective and impartial. Emotions and sentiments should not play a role in motivational. Reporting is not only explanatory and instructional but also correctional and motivation. Reporting is done by the superiors to the subordinates and vice versa. ഓക്കെ, റിപ്പോർട്ടിങ്ങിന്റെ കാര്യങ്ങൾ അതിൽ കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്, ഇതിന്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ ചാപ്റ്റർ സൂപ്പർവിഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് ആണ്. ഇതൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നു, കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു, ഡിസൈൻ ചെയ്യുന്നു, എല്ലാം ഗോൾ സെറ്റിംഗ് നടക്കുന്നു, പ്രൊമോട്ട് ചെയ്യുന്നു, അങ്ങനെ റിലേഷൻഷിപ്പ് എല്ലാം ബിൽഡ് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ഒരു റിപ്പോർട്ടിംഗ് ചെയ്യുവാണെങ്കിൽ റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റീവ് ആയിട്ട് പിന്നെ ഇംപാർഷ്യൽ ആയിട്ടും ആയിരിക്കണം. അത് പാർഷ്യൽ ആവരുത്, ഒരു സൈഡ് മാത്രം നല്ല രീതിയിൽ ആ രീതിയിൽ ആവരുത്. അതൊരു ന്യൂട്രൽ എന്നുള്ള രീതിയിൽ വേണം റിപ്പോർട്ടിംഗ് പോകാനായിട്ട്. ഇപ്പൊ നമുക്ക് എന്താ പറയാ, നമ്മളിപ്പോ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ടറിൽ നമ്മൾ വർക്ക് ചെയ്യുവാണെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു മീറ്റിംഗ് നടക്കുക, നമ്മളോട് അതിന്റെ മിനിറ്റ്സ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും ബ്ലെയിം ചെയ്യുന്ന രീതിയിൽ ചിലപ്പോൾ ആ മീറ്റിംഗിൽ തമ്മിൽ തർക്കങ്ങൾ നടന്നിട്ടുണ്ടാവാം. പക്ഷെ അതൊരു പോസിറ്റീവ് ഇതാക്കി തന്നെ ഈ ഒരു കാര്യത്തെ പറ്റി ഇന്ന 2 പേര് ഡിസ്കസ് ചെയ്തു, അത് എല്ലാരും കൂടെ അത് ചർച്ചയ്ക്ക് എടുത്തു, അപ്പൊ ഇങ്ങനെ ഒരു കാര്യം വന്നു, അങ്ങനെ എഴുതും. അതായത് ഒരു ഇംപാർഷ്യൽ ആയിട്ട് എഴുതുള്ളൂ, ഒബ്ജക്റ്റീവ്. അതിനൊരു റിസൾട്ട് കാണുന്ന രീതിയിൽ ഇംപാർഷ്യൽ ആയിട്ടായിരിക്കും റിപ്പോർട്ട് എഴുതും. ആരും ബ്ലെയിം ചെയ്യുന്ന രീതിയിൽ, ഇൻഡിവിജ്വൽ ആയിട്ട് ആരെയും പോയിന്റ് ഔട്ട് ചെയ്യുന്ന രീതിയിലും അങ്ങനെ എഴുതില്ല. ഇതിനകത്ത് ഇമോഷൻസും സെന്റിമെന്റ്സും ഒന്നും, അത് മീറ്റിംഗിന്റെ മിനിറ്റ്സ് ആണെങ്കിൽ ശരിയാണ്, എഴുതുമ്പോൾ ഇമോഷൻസും സെന്റിമെന്റ്സും ഒന്നും വരില്ല. എന്തെങ്കിലും കൂടുതലായിട്ട് നമ്മൾ നെക്സ്റ്റ് ടൈം ചെയ്യണം, ആ ഒരു രീതിയിലുള്ള മോട്ടിവേഷണൽ ആയിരിക്കും. ഒരു എക്സ്പ്ലനേറ്ററി മാത്രമല്ല, ഒരു നല്ലൊരു ഇൻസ്ട്രക്ഷണൽ ആയിട്ട് നല്ലൊരു ഫോമാറ്റില് ഇൻസ്ട്രക്ഷൻ ആയിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കണം റിപ്പോർട്ടിങ്. പറഞ്ഞില്ലേ, ഇപ്പം നമുക്ക് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി കംപ്ലൈന്റ് കൊടുക്കുന്ന രീതിയിൽ നമ്മളുടെ ഒരു മീറ്റിംഗ്, ചിലപ്പോൾ അലങ്കോലമായ ഒരു മീറ്റിംഗ് ആണെങ്കിൽ കൂടിയും അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, അത് എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാം, ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ആ രീതിയിലായിരിക്കണം റിപ്പോർട്ട് പോകാനായിട്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ സൂപ്പർവിഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് ചെയ്യപ്പെടുന്നത്. So reporting is done by the superiors to the subordinates and vice versa. പലപ്പോഴും സുപ്പീരിയേഴ്സ് സബോർഡിനേറ്റ്സിനും കൊടുക്കാം, അതുപോലെ തന്നെ സബോർഡിനേറ്റ്സിന് ചില കാര്യങ്ങൾ, ഇപ്പൊ
ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് എന്തോ ഒരു ഇഷ്യൂ ക്ലാസ്സിൽ ഉണ്ടായി എന്ന് വെക്കാം. അത് ടീച്ചർ സുപ്പീരിയറിന്റെ അടുത്ത്, ഹെഡ് മാസ്റ്റർ ആണെങ്കിൽ ഹെഡ് മാസ്റ്റർ അടുത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ആ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂവിനെ കുറിച്ച് ടീച്ചേഴ്സിന് ഒരു അവയർനെസ് കൊടുക്കും. സോ സുപ്പീരിയർ സബോർഡിനേറ്റ്സിന് റിപ്പോർട്ടിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊരു സെയിം തന്നെ പറഞ്ഞു വരികയാണ്. ഇറ്റ് എംഫസൈസസ് ആക്സെൻച്യുലേറ്റ് ഇൻഫോർമൽ റിലേഷൻസ്, സെൻസിറ്റിവിറ്റി ടു നീഡ്സ്. ഇത് സെയിം സെന്റൻസ് തന്നെ ഇതിനകത്ത്. ഇത് ഈ പ്രിന്റൗട്ട് എന്നെ എന്തോ ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇതില് ഈ റിപ്പോർട്ടിങ്ങിന്റെ ഈ ഹെഡിങ് ഇവിടെ വരണം, അതിന്റെ പ്രിൻസിപ്പിൾസ് ആണ്. പിന്നെ ഈ ഒരു സെന്റൻസ് is keeping to whom the executives responsible is informed as to what is going on, keeping himself and his subordinate informed through reports, research and analysis. അതായത് നമ്മൾ കണ്ടിട്ടില്ലേ ചില സ്കൂളുകളിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ നടന്ന് പുറത്തുള്ളവർ അറിയില്ല, ആ രീതിയിലായിരിക്കും അവരത് ഹാൻഡിൽ ചെയ്യുന്നത്. അത് ചില കാര്യങ്ങളിൽ അത് വളരെ നല്ലതാണ്. അപ്പൊ ആ രീതിയിൽ അവർ ഹാൻഡിൽ ചെയ്യും. ഇപ്പൊ ഒരു ടീച്ചറുടെ ഭാഗത്ത് നിന്ന് അറിയാതൊരു പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അത് സുപ്പീരിയർ അറിയുന്നു, സുപ്പീരിയർ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നു. ആ ഒരു രീതിയിലായിരിക്കും റിപ്പോർട്ട്സും റിസർച്ചും എല്ലാം പോകുന്നത്. ഓക്കെ, അപ്പൊ റിപ്പോർട്ടിങ് നിങ്ങൾ ഇവിടം വരെ ശരി. നമ്മൾ ആ ഫങ്ഷൻസ് പറഞ്ഞു അല്ലെ, ഹാരിസ് പറഞ്ഞ 3 ഫങ്ഷൻസ്, സൂപ്പർവൈസറി ഫങ്ഷൻസ് പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ ചെയ്യുന്ന കാര്യങ്ങളുടെ എല്ലാം റിപ്പോർട്ടിങ് എങ്ങനെയാണെന്നുള്ളതാണ്. റിപ്പോർട്ടിംഗ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ്. നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു മീറ്റിംഗ് എടുത്താൽ മതി. മീറ്റിംഗിന്റെ മിനിറ്റ്സ് എങ്ങനെ എടുക്കുന്നു, അത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ആഴ്ചയിൽ ഒരു ദിവസം മീറ്റിംഗ് ഉണ്ടോ, ആ മിനിറ്റ്സ് എഴുതണം. നെക്സ്റ്റ് വീക്കിൽ എഴുതണം. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. പിന്നെ അതൊരിക്കലും ഒരാളെ ബ്ലെയിം ചെയ്യുന്ന രീതിയിലോ ഒരു ആളെ തന്നെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന രീതിയിലോ ആയിരിക്കരുത്. പാർഷ്യൽ ആയിരിക്കരുത്, ഇംപാർഷ്യൽ ആയിരിക്കണം. ഇമോഷൻസിനും സെന്റിമെന്റ്സിനും ഒന്നും അതിൽ യാതൊരു പങ്കുമില്ല. കാരണം ആ റിപ്പോർട്ടിംഗ് ഒരു മോട്ടിവേഷൻ ആയിരിക്കണം, എന്ത് നമ്മൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിൽ. ഇത് റിപ്പീറ്റിംഗ് ആണ്. ഇവിടുത്തെ ഒരു പാരഗ്രാഫ് തന്നെ റിപ്പീറ്റ് ചെയ്തിരിക്കുക. അത് ഈ റിപ്പോർട്ടിംഗ്, the executive is responsible is informed as to what is going on, keeping himself and his subordinates informed through reports. അതായത് ഒരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ ഇപ്പൊ ലെറ്റർ കൊടുക്കുക എന്ന് പറയാറില്ലേ, ഒരു ടീച്ചറുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നം ഉണ്ടായി, സോ ആ ടീച്ചർക്ക് സബോർഡിനേറ്റ്സ് ലെറ്റർ കൊടുക്കുമായിരിക്കും, ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ചെയ്യണം, അങ്ങനെയുള്ള രീതിയിലൊക്കെ. അല്ലാതെ വിളിച്ചു വരുത്തി അപമാനിക്കുകയോ അങ്ങനെ ആ രീതിയിലുള്ളതല്ല. ഒരു നല്ലൊരു ഫോർമാറ്റില് കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ കുറച്ച് സെന്റൻസുകൾ പ്രീവിയസ് ഇതിൽ നിന്ന് എക്സ്ട്രാ അത് തന്നെ കോപ്പി പേസ്റ്റ് വന്നിട്ടുണ്ട്. അത് ഈ പ്രിപ്പയർ ചെയ്തതിൽ ഒരു മിസ്റ്റേക്ക് ആയിരിക്കണം. ഇത് ഇത്രയും നമ്മൾ നോക്കിയാൽ മതി. ഇവിടം വരെ നമ്മളുടെ സൂപ്പർവൈസറിയുടെ പല കാര്യങ്ങളും പിന്നെ റിപ്പോർട്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് ആണിത്. റിപ്പോർട്ടിങ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഈ 4 പോയിന്റിൽ നമുക്ക് മനസ്സിലാകും. റിപ്പോർട്ടിങ് ഒരിക്കലും ഇമോഷണലോ അങ്ങനെ ആയിരിക്കരുത്. പിന്നെ എപ്പോഴും പേഴ്സണൽ ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ. കാരണം ആ ഒരു റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം എന്തൊക്കെ നെക്സ്റ്റ് ഇതിൽ ചെയ്താലാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നോക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആ യൂണിറ്റിൽ വരുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 10 ആണ്, മാൻ ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ട്. അത് വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. പിന്നെ ഡെവലപ്മെന്റ് പ്രൊഫൈലും കൂടെ നമുക്ക് എടുക്കാനുണ്ട്. ഒരു ചെറിയൊരു ആക്ടിവിറ്റി ഒന്ന് ചെയ്യാം. ഇംഗ്ലീഷിന്റെ ഞാൻ പറയാം. ഇത് റൈമിംഗ് വേർഡ്സ് അറിയാലോ, പക്ഷെ ഡിഫറെന്റ് മീനിങ് വരുന്നത്. അങ്ങനെ ഏതെങ്കിലും 2 വേർഡ്സ് പറയാം റൈമിംഗ് ആയിട്ട് വരും. മീനിങ്ങും എക്സ്പ്ലെയിൻ ചെയ്യാം. Fly, cry. Cry. Fly, cry. ഒന്ന് സ്പെല് ചെയ്യാമോ ജ്യോതി? FLY. CRY. ഓക്കെ ഓക്കെ, ഞാൻ വേറൊരു രീതിയിലാണ് ഉദ്ദേശിച്ചത്. കേൾക്കുമ്പോൾ രണ്ടും ഒന്നായിട്ട് തോന്നും, പക്ഷെ സ്പെല്ലിംഗ് ഡിഫറെന്റ് ആയിരിക്കും, മീനിങ് ഡിഫറെന്റ് ആയിരിക്കും.
Okay, Miss, ma'am. എങ്ങനെയാണോ ആ ഫുഡ് ഗുഡ്, എന്തോ ഫുഡ് ഗുഡ് അങ്ങനെയാണോ? അതായത് ഞാൻ പറയാം, ഗോട്ട് GOAT GOT ഓക്കെ. ആ രീതിയിലുള്ള വേർഡ്സ് നമുക്ക് കുട്ടികളെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, കുട്ടികൾ മീൻസ് ഒരു 3rd 4th സ്റ്റാൻഡേർഡ് ഒക്കെ വരുന്ന കുട്ടികളൊക്കെ ആയിട്ട്, നമ്മുടെ കുട്ടികൾ ഇപ്പൊ 5th 6th ഒക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി. അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അങ്ങനെയുള്ള വേർഡ്സ് കളക്ട് ചെയ്യുക. ഇപ്പൊ GOAT GOT. Ma'am, wood. WOULD. WOOD. യെസ്, കറക്റ്റ്. അപ്പൊ ചെയ്യുമ്പോ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ വേർഡ് എന്തോ വേർഡ് നേരിട്ട് പറയല്ല ചെയ്യുന്നത്, നമ്മൾ ഇതിന്റെ മീനിങ് ആദ്യം എഴുതണം. ഇപ്പൊ GOAT മീനിങ്ങോ ക്ലൂവോ കൊടുക്കണം. ഇതുപോലെയാണ് നമ്മളുടെ റൈമിംഗ് വേർഡ്സ്. ആദ്യം ഒരു ഹിന്റ് കൊടുക്കുക. ഒരേപോലെ കേൾക്കുമ്പോ തോന്നും, പക്ഷെ മീനിങ് ഡിഫറെന്റ് ആയിരിക്കും, സ്പെല്ലിംഗ് ഡിഫറെന്റ് ആയിരിക്കും. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പൊ എന്തോ സ്പെല്ലിംഗ് പറയൂ. ആ അതെന്ന് പറയുമ്പം സ്പെല്ലിംഗ് കേൾക്കുമ്പോ ഒരുപോലെ അല്ലല്ലോ. ട്രൈ, അതായത് ഞാൻ പറയാം, സി വരുമോ മാം? സ്റ്റെയർ STARE. സ്റ്റെയർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ രൂക്ഷമായി നോക്കുക എന്നല്ലേ, കണ്ണ് ഇതാക്കിയിട്ട് നമ്മൾ ഒരാളെ നോക്കുന്നത് ആണ് സ്റ്റെയർ. STARE. STAIR സ്റ്റെയർ, നമ്മുടെ സ്റ്റെപ്പ്. ക്ലിയർ ആയോ? Ma'am, ഇനിയൊന്നുണ്ട്. ആ. മീറ്റ്. യെസ് MEET meet. MEAT meet. യെസ്, അതുപോലത്തെ ഗോട്ട്. SEESEA സി. യെസ്, സണ്ണും പറ്റൂലേ? എന്താ സണ്ണ്, SON സണ്ണും SUN സണ്ണും. Right. RIGHT WRITE. യെസ്. പിന്നെ Doctor. യെസ്, ഡോക്ടർ. EYES IC. നമുക്ക് മീനിങ് ആണ് നമ്മുടെ ക്ലൂ. നമ്മൾ മീനിങ് എഴുതി വെക്കുക. അപ്പം അല്ലെങ്കിൽ ക്ലൂ കൊടുക്കുക. വി ക്യാൻ സീ യൂസിങ് ദിസ്. ഇത് വന്നു. പിന്നെ ഇറ്റ് ഈസ് വെരി കോൾഡ്. അങ്ങനെ പറഞ്ഞിട്ട് നമ്മളൊരു മീനിങ് ഉണ്ടാക്കുക. മീനിങ് ഉണ്ടാക്കിയിട്ട് ഇത് നിങ്ങൾക്ക് കുറച്ച് പ്രിപ്പയർ ചെയ്യാമോ, ഒരു അസൈൻമെന്റ് പോലെ? Okay, ma'am. സ്റ്റെയർ വേർഡ്സ് മാത്രം കണ്ടുപിടിച്ചാൽ മതിയോ മാം? വേർഡ്സ് മാത്രം മതി. വേർഡ്സ് മാത്രം ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഒരു മീനിങ് ക്ലൂ കൊടുത്തിട്ട് നമ്മൾ അതിന്റെ നേരെ അത് എഴുതുക. അപ്പൊ നമ്മൾ കുട്ടികളോട് ക്ലൂ മാത്രമേ പറയുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള അർത്ഥം മാത്രമേ പറയുള്ളൂ, മീനിങ് മാത്രമേ പറയുള്ളൂ. എന്നിട്ട് അത് ആ ക്ലൂ വെച്ചിട്ട് കണ്ടുപിടിക്കണം. അല്ലേ? എ ഗ്രൂപ്പ് ഓഫ് മ്യൂസീഷ്യൻസ്. പിന്നെ അതുപോലെ തന്നെ പ്രൊഹിബിറ്റഡ് ഒരു വേർഡ്. അപ്പൊ ഗ്രൂപ്പ് ഓഫ് മ്യൂസിക് ട്രൂപ്പ് എന്നോ അങ്ങനെ എന്തോ വരുമ്പോഴേക്കും ബാൻഡ്, BAND ബാൻഡ്. പിന്നെ നമ്മള് പ്രൊഹിബിറ്റഡ് ബാൻഡ് BANNED. അങ്ങനത്തെ ഒക്കെ വേർഡ്സ് അല്ലേ, അതൊക്കെ കണ്ടെടുക്കുക. അപ്പൊ ഇച്ചിരി ടഫായിരിക്കും കുഞ്ഞുങ്ങൾക്ക്. ഇപ്പൊ മീറ്റ് പറഞ്ഞത്, സൺ പറഞ്ഞത്, ഡോട്ടർ പറഞ്ഞത്, അതൊക്കെ എളുപ്പമായിരിക്കും അവർക്ക്. Okay, ma'am. നമ്മുടെ മോളോട് പറയുമ്പോ യു ആർ മൈ ഡാഷ്. അപ്പൊ ആ ഡാഷിന്റെ അവിടെ എന്താന്ന് അവൾ ആലോചിക്കുന്ന സമയത്ത് അടുത്ത വേർഡിന്റെ ക്ലൂ കൊടുക്കാം. ഇഫ് വി ആർ നോട്ട് വെൽ വി യൂസ് ടു വിസിറ്റ് ഹിം. അപ്പൊ രണ്ടും എന്താന്ന് ക്ലൂ കിട്ടും. ആ രീതിയിൽ അങ്ങനെ നിങ്ങൾക്ക് തന്നെ സിമ്പിൾ ആയിട്ട് അതിനൊരു വേർഡ് മീനിങ് പോലെ അല്ലെങ്കിൽ ക്ലൂ പോലെ ആക്കിയിട്ട് അതിന്റെ നേരെ ഹൈഫൺ ഇട്ടിട്ട് മിനിമം 5 കിട്ടില്ലേ? അപ്പൊ തന്നെ നമ്മൾ കുറെ പറഞ്ഞു. ചിലത് പിന്നെ ഒരേ സ്പെല്ലിംഗ് കൂടിയാണ്, പക്ഷെ ഡിഫറെന്റ് മീനിങ്. അതേതായിരിക്കും വരുന്നത്? വെൽ, WELL വെൽ. ഐ ആം നോട്ട് വെൽ. യെസ്. കോണ്ടെക്സ്റ്റ് മാറുമ്പോ മീനിങ് മാറുന്നത് അല്ലേ? അതെ. ഓക്കെ, അത് നല്ല കാര്യമാണ്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ വെല്ലല്ലാതെ വേറെ വല്ല വാക്കും ഉണ്ടോ?
വേറെ ഒന്നും തോന്നുന്നില്ല അല്ലെ. ഇയറും നമുക്ക് പറയാം. നേരത്തെ പറഞ്ഞ ആ കേസ് പറയുമ്പോ സെയിം ആയിട്ട് തന്നെയാ കേൾക്കുന്നത് അല്ലെ. കാർ സ്റ്റാർ എന്നും പറയില്ലേ? ഏതാ? കാർ സ്റ്റാർ അങ്ങനെ പറയില്ലേ? അത് റൈമിംഗ് വേർഡ്സ് അല്ലേ? റൈമിംഗ് വേർഡ്സ് ആണ്. പക്ഷെ നമുക്ക് ഇപ്പൊ ഇയർ പറയുന്ന ഒരേപോലെയല്ലേ, കേൾക്കുന്നത് ഒരേപോലെയാണ് അല്ലെ. അതായത് സ്റ്റെയർ വുഡ്. പക്ഷെ കാർ സ്റ്റാർ രണ്ടക്ഷരം നമുക്കത് വ്യക്തമാകുന്നുണ്ട്. പിന്നെ ഒരെണ്ണം ഞാൻ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് പോയി. ഹോൾ WHOLE ഹോൾ മുഴുവനും എന്നുള്ള മീനിങ് വരുന്നത് HOLE ദ്വാരം എന്നുള്ള വരുന്ന ഹോള്. HALL പറയും. ഹീല് HEEL ഹീൽ HEAL ഹീൽ. നിങ്ങൾ നോക്കി ഒരു മിനിമം ഒരു 5 ഒക്കെ അതിന്റെ ക്ലൂ. ലിൻഡ പറഞ്ഞതുപോലെ അത് റൈമിംഗ് വേർഡ് ആണ്. പക്ഷെ നമുക്ക് അതില് സിയും കാർ സ്റ്റാർ എസ് ആണ് മറ്റേല് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരേപോലെ അല്ലല്ലോ കേൾക്കുന്നത്. അതിന്റെ ചില എൻഡിങ് ഒരേപോലെ എൻഡ് ചെയ്യുന്നു എന്നുള്ള റൈമിംഗ് വേർഡ്സ് ആണ്. അല്ല, നമ്മള് ഉച്ചരിക്കുമ്പോ വേട ഉച്ചരിക്കുന്നില്ലേ, അതുകൊണ്ടാണ് ഞാൻ നമ്മൾ ഉദ്ദേശിച്ച റൈമിംഗ് വേർഡ്സ് അങ്ങനത്തെ അല്ല. നമുക്ക് കേൾക്കുമ്പോ ഒന്നാന്ന് തോന്നും. ഇപ്പൊ വുഡ് പറഞ്ഞില്ലേ, കേൾക്കുമ്പോ ഒന്നാന്ന് തോന്നും, പക്ഷെ മീനിങ് വേറെയാണല്ലോ. അതുപോലത്തെ ഒന്ന് നോക്കൂ. മാം കോട്ട് വരത്തില്ലേ? കോട്ട് COT. കട്ടിൽ അല്ലെ, കട്ടിൽ പിടിച്ചു അല്ലെ. വെദർ. ഹെയർ HERUം HAIR അങ്ങനത്തെ റൈമിംഗ് വേർഡ് ആണ് ലിൻഡ. മനസ്സിലായില്ലേ? കേൾക്കുമ്പോ നമുക്ക് ഒന്നാം തോന്നും, പക്ഷെ മീനിങ് രണ്ടാണ്. സ്പെല്ലിംഗ് ഡിഫറെന്റ് ആണ്. ഇപ്പൊ ജ്യോതി പറഞ്ഞത് സ്പെല്ലിംഗ് ഒരേപോലെ വരുന്നത് കോണ്ടെക്സ്റ്റ് മാറുന്നതിനനുസരിച്ച് മീനിങ് മാറുന്നതും പറഞ്ഞു. പിന്നെന്താ ഉള്ളത്? യെസ്, ബിസി ആണോ അത് പറഞ്ഞേ? വെദർ കടൽ. സി കാണുന്നതും കടലും. ഓക്കെ, വെദർ ജ്യോതിയായിരുന്നു പറഞ്ഞു തോന്നുന്നു അല്ലെ. അപ്പൊ നിങ്ങളത് നോക്ക്. യെസ്, വെദർ. അത് പക്ഷെ നമ്മള് ഡയറക്റ്റ് കുട്ടികളോട് പറയാതെ ക്ലൂ കൊടുത്തിട്ട് അവരെ കൊണ്ട് തന്നെ പറയിക്കുന്ന രീതിയിൽ. അപ്പൊ നമ്മൾ ഏത് ഏജ് ഗ്രൂപ്പ് ആണെന്നുള്ളതിനനുസരിച്ച് സിമ്പിൾ വേർഡ്സ് എടുക്കണം. ഇത് ഞാൻ എന്റെ മോന്റെ സ്കൂളില് അവർക്ക് എല്ലാ വർഷവും കുട്ടികളുടെ പ്രസന്റേഷൻ ഉണ്ട്. അതായത് അവര് ക്ലാസ് എടുക്കും, നമ്മൾ സ്റ്റുഡൻസ് ആയിട്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അവിടെ ചെന്നപ്പോ അവിടെ കുട്ടികൾ നമ്മളെ കൊണ്ട് ജയിച്ചതാ. എനിക്കത് നിങ്ങൾക്ക് ഷെയർ ചെയ്താൽ നന്നായിരിക്കും തോന്നുന്നു. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ. അപ്പം ശരി, ഇനി വേറെ ഒന്നും ഇല്ലാന്നാണ് എന്റെ. നമ്മുടെ അപ്പാരറ്റസ് റെക്കോർഡ് എഴുതാറായി. അതിനു മുമ്പ് നമുക്ക് ക്ലാസ്സിൽ കുറച്ച് പപ്പറ്റ്സിനെയൊക്കെ ഉണ്ടാക്കണം. അത് മാത്രമല്ല, നമ്മളുടെ ഗ്രൂപ്പില് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, മറ്റേ ബാച്ചില് ഫാബ്രിക് പെയിന്റിംഗ് പഠിപ്പിക്കാൻ ഒരാൾ റെഡി ആയിട്ടുണ്ട് ക്ലാസ്സിൽ. ഗ്ലാസ് പെയിന്റിംഗ് പഠിപ്പിക്കാനും ഒരാൾ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെയുള്ള ആക്ടിവിറ്റീസ് അറിയാവുന്നവരുണ്ടെങ്കിൽ ക്ലാസ്സിൽ ജസ്റ്റ് ഒരു 5 to 10 minutes അതെങ്ങനെ ചെയ്യുന്നു പറഞ്ഞോ കാണിച്ചോ ഡെമോ പോലെ കാണിച്ചു കൊടുക്കുവാണെങ്കിൽ ബാക്കി എല്ലാവർക്കും ഇരുന്ന് ചെയ്യാം. നമ്മളത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ക്ലാസ്സസ് കുട്ടികളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ക്രിയേറ്റീവ് ആയിട്ട് പലതും നമ്മൾ കാണിക്കേണ്ടതായിട്ട് വരും. കളർ മിക്സ് ചെയ്യാനൊക്കെ നമ്മളിപ്പോ ഫാബ്രിക് പെയിന്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കളർ മിക്സ് ചെയ്ത് പ്രൈമറി കളേഴ്സ്, സെക്കൻഡറി കളേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരില്ലേ, അതെങ്ങനെയാണെന്ന് ആ ഒരു ടെക്നിക്കൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. അപ്പൊ നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ അത് കാണിക്കും, അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യാം, കുഴപ്പമില്ല. ക്ലാസ്സിൽ ആർക്കെങ്കിലും കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്യാൻ അറിയാമെങ്കിൽ അങ്ങനെ. മറ്റേ ബാച്ചിൽ 2 പേര് റെഡി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഫാബ്രിക് പെയിന്റിങ്ങും ഗ്ലാസ് പെയിന്റിങ്ങും ചെയ്യാനായിട്ട്. നമ്മൾ സ്പഞ്ച് ഒക്കെ ഒന്ന് കളക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ, ആ ബ്ലോക്ക് സ്പഞ്ച് ഇല്ലേ, നമുക്ക് സ്പഞ്ച് കൊണ്ടുള്ള പപ്പറ്റ്സ് ഉണ്ടാക്കാം. പഴയ സോക്സ് ഒക്കെ കളക്ട് ചെയ്യുകയാണെങ്കിൽ സോക്സ് കൊണ്ടുള്ള പപ്പറ്റ്, പിന്നെ കളർ പേപ്പേഴ്സ് ഒക്കെ റെഡിയാക്കി വെക്കുവാണെങ്കിൽ പേപ്പർ കൊണ്ടുള്ളത് പപ്പറ്റ്സ്, മാസ്ക്, പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ വീട്ടിൽ വാങ്ങുമ്പോൾ നല്ല കാർഡ്ബോർഡ് കിട്ടുമല്ലോ, കാർഡ്ബോർഡ് ഒക്കെ ഒന്ന് സൂക്ഷിച്ചു വെക്കുക. മാസ്ക് നമ്മൾ ചാർട്ട് പേപ്പറിലോ കളർ പേപ്പറിലോ ഉണ്ടാക്കിയിട്ട്
നമുക്ക് കട്ടി വേണമല്ലോ മാസ്ക് ഇങ്ങനെ വെക്കണമെങ്കിൽ, നമ്മളുടെ ഫേസിന്റെ അത്രയും ഷേപ്പിൽ തന്നെ നമ്മൾ എടുക്കണം, കട്ടി വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാർഡ്ബോർഡ് പീസസ് പറഞ്ഞു. അപ്പൊ മാക്സിമം നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് കളക്ട് ചെയ്യൂ. നമുക്ക് പേ ചെയ്ത് വാങ്ങേണ്ടത് മാത്രം നമ്മൾ പേ ചെയ്ത് വാങ്ങിച്ചാൽ മതിയല്ലോ, എല്ലാം ഒന്നും വാങ്ങണ്ടേ. അതുകൊണ്ട് കളക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ക്ലോത്ത്സ് കളക്ട് ചെയ്യാം, നമുക്ക് ബട്ടണിങ് ഫ്രെയിം ഉണ്ടാക്കാനും സിപ്പിങ് ചെയ്യാനും, പിന്നെ വെൽക്രോ, പിന്നെ ലേസ് നോട്ടില്ലേ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലോത്ത്സ് വേണം. അത് ചെയ്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒരു A4 പേപ്പറിന്റെ സൈസിലുള്ള ക്ലോത്ത് കിട്ടിയാൽ മതി. അതിങ്ങനെ മടക്കിയിട്ട് നടുഭാഗം നമ്മൾ ബട്ടണിങ്ങും സിപ്പും പിന്നെ ലേസിന്റെ അത് വെൽക്രോം ഇല്ലേ അത് ഒട്ടിക്കുന്ന രീതിയിലുള്ളത് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ, ആക്ടിവിറ്റി ആയിട്ട് ചെയ്യിക്കാൻ. അതൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്തൊക്കെ വെക്കുവാണെങ്കിൽ നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ നിങ്ങൾക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാ. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ. നമുക്ക് അതിന്റെ ചെയ്യാം. Thank you, ma'am. Thank you, ma'am. Good night, ma'am. Thank you, ma'am.